ചിലപ്പോൾ ജീവിതം നമ്മെ എല്ലാം മങ്ങിയതായി തോന്നുന്ന ഒരു ഘട്ടത്തിൽ കൊണ്ടു നിർത്തുന്നു. ആളുകൾ അടുത്തുണ്ടാകും, പക്ഷേ ആത്മബന്ധം നഷ്ടപ്പെട്ടിരിക്കും. ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ടാകും, പക്ഷേ അത് ആത്മാവിലേക്കെത്തുന്നില്ല. ഏറ്റവും വലിയ കാര്യം, നമ്മൾ നമ്മളെത്തന്നെ നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെടുത്താൻ തുടങ്ങുന്നു. ഒരുപക്ഷെ ഇതായിരിക്കാം ശ്രീകൃഷ്ണന്റെ വാണി, നമ്മെ ഉള്ളിൽ നിന്ന് വിളിക്കുന്ന ആ നിമിഷം. ഒരു വഴിയും കാണാനാവാത്തപ്പോൾ സ്വയം ഉപേക്ഷിക്കരുത്. സ്വയം താങ്ങി നിർത്തുക, കാരണം അതുതന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ ആശ്രയം. മനുഷ്യന്റെ ജീവിതം ഒരു നേർരേഖയല്ല, അത് കുരുക്കുകളുടെയും പ്രതീക്ഷകളുടെയും ചിതറിയ സ്വപ്നങ്ങളുടെയും പെട്ടെന്ന് തകരുന്ന വിശ്വാസങ്ങളുടെയും ഒരു വലയാണ്. നമ്മൾ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുന്നു. ചിലപ്പോൾ സമയം, ചിലപ്പോൾ ആളുകളെ, ചിലപ്പോൾ ആത്മാഭിമാനം, ചിലപ്പോൾ സമാധാനം. എന്നാൽ ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നു, പോയതൊന്നും നിങ്ങളുടേതായിരുന്നില്ല, ശേഷിക്കുന്നത് മാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യം. വരാനിരിക്കുന്നതിനെ നേടാനായി സ്വയം വീഴാൻ അനുവദിക്കരുത്. ഏതെങ്കിലും ഒരു കാര്യം ഹൃദയത്തിൽ ആഴത്തിൽ തറയുകയും കണ്ണുനീർ തടഞ്ഞു നിർത്താൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അത് ഈശ്വരൻ മാത്രം കേൾക്കുന്ന ഒരു തേങ്ങലായി മാറുന്നു. ശ്രീകൃഷ്ണൻ പറയുന്നു, വാക്കുകൾക്ക് അതീതമായ ഭാവത്തെ ഞാൻ കേൾക്കുന്നു, മൗനത്തിലൊഴുകുന്ന ആ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയുന്നു. മനുഷ്യൻ പലപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു, ഭാവിക്ക് നേരെ, വിജയത്തിനു നേരെ, സ്ഥിരതയ്ക്ക് നേരെ. പക്ഷെ ഓട്ടത്തിനിടയിൽ അവൻ ആരിൽ നിന്നാണ് ഓടുന്നതെന്ന് മറന്നുപോകുന്നു. ചിലപ്പോൾ നമ്മൾ തിരക്കിലായി നമ്മുടെ സ്വന്തം വേദന പോലും അനുഭവിക്കാൻ മറന്നുപോകുന്നു. നമ്മൾ പുറമേ പുഞ്ചിരിക്കുകയും ഉള്ളിൽ തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ പറയുന്നു, നിങ്ങൾ പുറമേ എത്ര അണിഞ്ഞൊരുങ്ങിയാലും ഉള്ളിൽ തകർന്നവനാണെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. സ്വയം ഉള്ളിൽ നിന്ന് അലങ്കരിക്കൂ, അവിടെയാണ് എൻ്റെ വാസം. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നവർ തന്നെ നമ്മെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നു, എന്തുകൊണ്ട്? എന്നാൽ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, എല്ലാ ബന്ധങ്ങളും പരീക്ഷണങ്ങളല്ല, എന്നാൽ എല്ലാ ബന്ധങ്ങളും സ്ഥിരവുമല്ല. ചിലർ നിങ്ങളെ പാഠം പഠിപ്പിക്കാൻ വരുന്നു, ചിലർ കൂടെ നിൽക്കാൻ. രണ്ടും അത്യാവശ്യമാണ്. രാധയ്ക്ക് കൃഷ്ണനെ ലഭിച്ചില്ല, പക്ഷെ അവൾ പ്രണയത്തെ അമരമാക്കി. ദ്രൗപദിക്ക് ലോകം മുഴുവൻ നഷ്ടമായി, പക്ഷെ അവൾക്ക് കൃഷ്ണനെ ലഭിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ പക്കലുള്ളത് തന്നെ നിങ്ങളുടേതാണെന്ന് നിർബന്ധമില്ല. കാലത്തിന്റെ ഓരോ ഘട്ടത്തിലും ആരവങ്ങളില്ലാതെ വെറും മൗനത്തിൽ, വെറും കൂടെയായി ആരാണ് നിങ്ങൾക്കായി നിലകൊള്ളുന്നത് എന്നതാണ് പ്രധാനം. ജീവിതം നിശ്ചലമാകുമ്പോഴും സമയം നിലച്ചതുപോലെ തോന്നുമ്പോഴും അസ്വസ്ഥത വർദ്ധിക്കുന്നു. എന്നാൽ കൃഷ്ണൻ പറയുന്നു, നിന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്താണോ അത് തന്നെ നിന്നെ ഏറ്റവും ശക്തനാക്കുന്നു. സമയം നിശബ്ദമാകുമ്പോഴാണ് ഈശ്വരൻ സംസാരിക്കുന്നത്. ക്ഷമ ഒരു ബലഹീനതയല്ല, അത് ഏറ്റവും വലിയ ശക്തിയാണ്. അർജുനന് യുദ്ധകളത്തിൽ എഴുന്നേൽക്കുന്നതിനു മുൻപ് വീഴേണ്ടി വന്നതുപോലെ ഓരോ മനുഷ്യനും നടക്കുന്നതിനു മുൻപ് നിൽക്കേണ്ടി വരുന്നു. ഗീതയിലെ കൃഷ്ണന്റെ ഉപദേശം ഇതുതന്നെയായിരുന്നു: കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കാരണം നിങ്ങളുടേതായതെന്തോ അത് നിങ്ങളുടെ വഴിയിൽ തനിയെ വരും. നിങ്ങൾ തളരാതെ മുന്നോട്ടു പോകുകയേ വേണ്ടൂ. ഇന്നാരെങ്കിലും നിങ്ങളുടെ സുഖവിവരം ചോദിക്കുന്നില്ലെങ്കിൽ വിഷമിക്കരുത്. കൃഷ്ണൻ പറയുന്നു, നിങ്ങൾ സ്വയം സംസാരിക്കാൻ പഠിക്കൂ, നിങ്ങൾ സ്വയം ആലിംഗനം ചെയ്യാൻ പഠിക്കൂ. കാരണം ലോകം മുഴുവൻ നിശബ്ദമാകുമ്പോൾ നിങ്ങളുടെ ആത്മാവ് മാത്രമാണ് നിങ്ങളുടെ കൂട്ടുകാരനാകുന്നത്. നമുക്കെല്ലാം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പക്കൽ ഈശ്വരന്റെ നാമം മാത്രം അവശേഷിക്കുന്നു. ശ്രീകൃഷ്ണൻ എന്ന ആ നാമം നിങ്ങളുടെ തകർന്ന ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്ര ശക്തമാണ്. നമ്മൾ പുറം ലോകത്ത് ഒരുപാട് തിരയുന്നു: സുഖം, സമാധാനം, സ്നേഹം, വിജയം. എന്നാൽ ശ്രീകൃഷ്ണൻ പറയുന്നു, ഉള്ളിൽ ശാന്തനല്ലാത്തവന് പുറത്ത് സുഖം കണ്ടെത്താനാവില്ല. സ്വയം സ്നേഹിക്കാത്തവന് ലോകത്തെയും സ്നേഹിക്കാൻ കഴിയില്ല. മനുഷ്യൻ തന്നിലേക്ക് തന്നെ മടങ്ങി വരേണ്ടതുണ്ട്, ഉള്ളിലേക്കൊരു യാത്ര ചെയ്യേണ്ടതുണ്ട്. കാരണം അവിടെയാണ് ഈശ്വരൻ, അവിടെയാണ് കൃഷ്ണൻ. ഓരോ രാത്രിയുടെയും അവസാനം പ്രഭാതമാണ്. ഓരോ കണ്ണുനീരിനു പിന്നിലും ഒരു പുഞ്ചിരി ഒഴിഞ്ഞിരിപ്പുണ്ട്. ഓരോ പോരാട്ടത്തിനുള്ളിലും ഒരു വരം ഒഴിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ തകർന്നിരിക്കുകയാണെങ്കിൽ തകരട്ടെ, പക്ഷേ വീഴരുത്. കാരണം നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ കൂടെ കൃഷ്ണനുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ കാണുന്നവൻ, നിങ്ങളുടെ മൗനം കേൾക്കുന്നവൻ, നിങ്ങളുടെ ആത്മാവിന് താങ്ങുന്നവൻ, അതെ, ശ്രീകൃഷ്ണൻ. അതിനാൽ ജീവിതത്തെ മുറുകെ പിടിക്കുക, സ്നേഹത്തെ മനസ്സിലാക്കുക, ഈശ്വരനെ വിളിക്കുക. കാരണം ഓരോ വിളിയും കേൾക്കപ്പെടുന്നുണ്ട്. സമയത്തിന് അല്പം ക്ഷമ മാത്രം മതി. ഇന്നല്ലെങ്കിൽ നാളെ വേദന കുറയും, വഴി തെളിയും, സ്നേഹം ലഭിക്കും, സമാധാനം തനിയെ നിങ്ങളുടെ ഉള്ളിൽ ഉണരും. ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കുക, കാരണം എന്തുതന്നെ സംഭവിച്ചാലും അത് അവനാലും അവനു വേണ്ടിയുമാകുന്നു. നിങ്ങളുടെ പക്കൽ ഉത്തരങ്ങളില്ലെങ്കിൽ, ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ,
സാഹചര്യങ്ങൾ നിങ്ങളെ വീണ്ടും വീണ്ടും തളർത്തുന്നുവെങ്കിൽ വിഷമിക്കരുത്. ശാന്തനായിരിക്കുക. കാരണം ശാന്തനായ വ്യക്തിക്കു മാത്രമേ ശ്രീകൃഷ്ണന്റെ ശബ്ദം കേൾക്കാൻ കഴിയൂ. ജീവിതം നിങ്ങളെ വീണ്ടും വീണ്ടും അതേ സ്ഥാനത്ത് കൊണ്ടു നിർത്തും. എവിടെയാണോ നിങ്ങൾ മുൻപ് തകർന്നത്, പക്ഷെ ഇത്തവണ തകരരുത്. സ്വയം ശ്രീകൃഷ്ണന് സമർപ്പിക്കൂ. കാരണം നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഉത്തരങ്ങളും നഷ്ടപ്പെടുമ്പോൾ കൃഷ്ണൻ നിങ്ങളുടെ ഏക പരിഹാരമായി മാറുന്നു. ആ പരിഹാരം വാക്കുകളിലൂടെയല്ല, അനുഭവത്തിലൂടെയാണ് വരുന്നത്. ശ്രദ്ധ വയ്ക്കുക, ക്ഷമിക്കുക, മുന്നോട്ടു പോകുക. കാരണം മുന്നോട്ടു പോകുന്നവനെ നേടുന്നുള്ളൂ. ശ്രീകൃഷ്ണനിൽ സമർപ്പിതനായവനെ ലോകം കുനിഞ്ഞു നമിക്കുന്നു. ചില വഴികൾ അങ്ങനെയുണ്ട്, അവിടെ ആരും കൂടെ നടക്കാനില്ല. ചില തീരുമാനങ്ങൾ അങ്ങനെയുണ്ട്, അതാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ചില പോരാട്ടങ്ങൾ അങ്ങനെയുണ്ട്, അവിടെ നിങ്ങളും നിങ്ങളുടെ ഈശ്വരനും മാത്രമേയുള്ളൂ. നിങ്ങളുടെ ശ്രമങ്ങൾ വീണ്ടും വീണ്ടും പരാജയപ്പെടുമ്പോൾ, ആളുകൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിങ്ങളുടെ മനസ്സ് പറയുമ്പോൾ ഇനി വയ്യ, അപ്പോൾ ശ്രീകൃഷ്ണൻ മൗനമായി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഇവിടെ നിന്നാണ് യഥാർത്ഥ ദൃഢനിശ്ചയം ആരംഭിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ മിഥ്യാധാരണ നിങ്ങൾ നല്ലവനാണെങ്കിൽ എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നതാണ്. എന്നാൽ സത്യമിതാണ്, നല്ല മനുഷ്യർക്ക് പരീക്ഷണങ്ങൾ കൂടുതലായിരിക്കും. കാരണം ഈശ്വരൻ അവരെ വാർത്തെടുക്കുന്നു, പരീക്ഷിക്കുന്നു, എന്നിട്ട് അവരെ ലോകത്തിന് മാതൃകയാക്കുന്നു. ശ്രീകൃഷ്ണൻ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത്, അവനെ ആദ്യം തകർക്കുന്നു, പിന്നെ മിനുക്കെടുക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിലെല്ലാം താറുമാറായി തോന്നുകയാണെങ്കിൽ ഭയപ്പെടരുത്. ഇത് ഭഗവാൻ നിങ്ങളെ വലുതായി എന്തോ പഠിപ്പിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ശ്രീരാമൻ വനവാസം അനുഭവിച്ചപ്പോൾ അദ്ദേഹം ക്ഷമിച്ചു. അർജുനൻ സ്വന്തക്കാർക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണനിൽ ശരണം തേടി. ദ്രൗപദിയുടെ അഭിമാനത്തിന് ക്ഷതമേറ്റപ്പോൾ അവൾ വിളിച്ചു, കൃഷ്ണൻ അവളുടെ മാനം കാത്തു. കൃഷ്ണൻ പറയുന്നു, ക്ഷമയെന്നത് ഇരുട്ടിലും അണയാത്തതും ഭഗവാന്റെ കൃപയെ ആകർഷിക്കുന്നതുമായ ഒരു വിളക്കാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ശ്രദ്ധ വച്ചു, ഞാൻ കരയുക പോലും ചെയ്തു, എന്നിട്ടും ഒന്നും മാറിയില്ല. എന്നാൽ നമ്മൾ കൃഷ്ണനിൽ വിശ്വസിക്കുകയാണോ ചെയ്തത്? അതോ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപാധിയായി മാത്രം അവനെ കണ്ടോ? ശ്രീകൃഷ്ണൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവനെ പൂജിക്കണമെന്നല്ല, അവനെ വിശ്വസിക്കണമെന്നാണ്. പൂജയിൽ വാക്കുകളുണ്ട്, വിശ്വാസത്തിൽ മൗനമുണ്ട്. ആരെങ്കിലും മൗനത്തിൽ ഹേ കൃഷ്ണ, നീ മാത്രമേയുള്ളൂ, മറ്റൊന്നുമില്ല എന്നു പറയുമ്പോൾ, അപ്പോൾ കൃഷ്ണൻ സ്വയം പറയുന്നു, ഇനി നീ തനിച്ചല്ല. ആളുകൾ നിങ്ങളുടെ മാറ്റത്തെയല്ല, നിങ്ങളുടെ ഇടർച്ചകളെയാവും കാണുക. ആളുകൾ നിങ്ങളുടെ പോരാട്ടത്തെയല്ല, നിങ്ങളുടെ പരാജയത്തെയും പറയുക. എന്നാൽ നിങ്ങൾ ശ്രീകൃഷ്ണന്റെ ഭക്തനാണ്. നിങ്ങൾ ആളുകളോടല്ല, നിങ്ങളുടെ കർമ്മത്തോടും ഈശ്വരന്റെ ദൃഷ്ടിയോടും ഉത്തരം പറയേണ്ടവനാണ്. ആളുകളുടെ നോട്ടമല്ല നിങ്ങളുടെ മൂല്യം തീരുമാനിക്കുന്നത്, കൃഷ്ണന്റെ കൃപയാണ്. നിങ്ങളെ മനസ്സിലാക്കാത്തവരെ മനസ്സിലാക്കിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഉപേക്ഷിച്ചുപോയവരെ തടഞ്ഞു നിർത്തേണ്ട ആവശ്യമില്ല. കൃഷ്ണനുമായി ചേർന്നുകൊണ്ടേയിരിക്കുക, ബാക്കി ലോകം പതിയെ നിശബ്ദമാകും. എല്ലാവരും തങ്ങളുടെ ജീവിതം മെച്ചപ്പെടണമെന്നാഗ്രഹിക്കുന്നു, എന്നാൽ ആരും തങ്ങളുടെ ഉള്ളിലൊരു മാറ്റം ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണൻ പറയുന്നു, നിങ്ങളുടെ ഭിത്തി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ ചിന്തകളെ മാറ്റുക. നിങ്ങളുടെ ഇന്നത്തെ കാഴ്ചപ്പാടാണ് നിങ്ങളുടെ നാളത്തെ ഫലം തീരുമാനിക്കുന്നത്. നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളെയും ശ്രീകൃഷ്ണന്റെ കണ്ണുകളിലൂടെ കാണുകയാണെങ്കിൽ ദുഃഖവും ഒരു സന്ദേശമായി തോന്നും, വേർപാടും ഒരു വികാസമായി തോന്നും, പരാജയവും ഒരു അനുഗ്രഹമായി തോന്നും. ഓർക്കുക, ശ്രീകൃഷ്ണൻ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചു, ഓടിപ്പോകാൻ അനുവദിച്ചില്ല. എന്തുകൊണ്ട്? കാരണം ജീവിതത്തിൽ ചില യുദ്ധങ്ങളുണ്ട്, അവിടെ ഓടിപ്പോകുന്നത് പാപമാണ്, പോരാടുന്നത് ധർമ്മമാണ്, നിശബ്ദനായിരിക്കുന്നത് അനീതിയുമായുള്ള ഒത്തുതീർപ്പാണ്. ശ്രീകൃഷ്ണൻ പറയുന്നു, സത്യത്തിനുവേണ്ടി നടത്തുന്ന പോരാട്ടത്തിൽ ഒറ്റപ്പെടൽ ഒരു വരദാനമാണ്. അതുകൊണ്ട് ഭയപ്പെടരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിനായി നിങ്ങൾ തനിച്ചാണെങ്കിൽ, കാരണം കൃഷ്ണൻ തനിച്ചു നടക്കുന്നവരുടെ പിന്നിൽ പ്രപഞ്ചം മുഴുവൻ അണിനിരത്തുന്നു. നിങ്ങളുടെ മനസ്സ് വിറയ്ക്കാൻ തുടങ്ങുമ്പോൾ, ഇനി കഴിയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ലോകം നിങ്ങളുടെ ഓരോ തീരുമാനത്തിലും ചോദ്യചിഹ്നം ഉയർത്തുമ്പോൾ, നിങ്ങളുടെ കണ്ണുകളടച്ച് ഒരൊറ്റ കാര്യം പറയുക, ഹേ കൃഷ്ണ, ഇനിയെല്ലാം നിന്റെ കൈകളിലാണ്. അപ്പോൾ കാണാം, എവിടെ നിങ്ങളുടെ ശക്തി അവസാനിക്കുന്നു, അവിടെ നിന്ന് കൃഷ്ണന്റെ ലീല ആരംഭിക്കും. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനു മുൻപ് അർജുനൻ നേരിട്ട യുദ്ധക്കളത്തിലെ ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ പരാത്പര ഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീതയിലെ അധ്യായം 1, അർജുന വിഷാദയോഗം. ധൃതരാഷ്ട്രൻ ചോദിക്കുന്നു,
ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാനായി ഒരുമിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡവരും എന്തു ചെയ്തു സഞ്ജയ? സഞ്ജയൻ പറയുന്നു, പാണ്ഡവരുടെ സൈന്യത്തെ അണിനിരത്തി കണ്ടപ്പോൾ ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ചെന്ന് ഇപ്രകാരം പറഞ്ഞു: ആചാര്യരെ, പാണ്ഡുപുത്രന്മാർ യുദ്ധവ്യൂഹമായി നിർത്തിയിട്ടുള്ള ഈ വലിയ സൈന്യത്തെ കണ്ടാലും ഇവിടെ ശൂരന്മാരും വലിയ വില്ലാളികളുമായ ഭീമനും അർജുനനും സമാനമായ യോദ്ധാക്കളുണ്ട്. കൂടാതെ വിരാടനും ദ്രുപദനും ദൃഷ്ടകേതുവും ചേകിതാനനും കാശിരാജാവും പുരുജിത്തുവ് കുന്തിഭോജനും ശൈബ്യനും യുധാമന്യുവും വിക്രമിയായ ഉത്തമൗജസ്സും സുഭദ്രാപുത്രനും ദ്രൗപദീപുത്രന്മാരുമുണ്ട്. നമ്മുടെ പക്ഷത്ത് വിശിഷ്ടകായവരാരൊക്കെയാണെന്ന് അങ്ങ് അറിയുക. നമ്മുടെ സൈന്യത്തെ ഭീഷ്മറും ദ്രോണറും കാക്കുന്നു. നമ്മുടെ സൈന്യം പര്യാപ്തമാണ്, പാണ്ഡവരുടെ സൈന്യം അപര്യാപ്തമാണ്. അതിനാൽ എല്ലാ ഭീഷ്മറും ഭീമനും മറ്റുള്ളവരും അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഭീഷ്മരെ രക്ഷിക്കണം. അപ്പോൾ വൃദ്ധനായ ഭീഷ്മപിതാമഹൻ സിംഹനാദമുഴക്കി, ഉച്ചത്തിൽ ശംഖുമുഴക്കി. തുടർന്ന് പാണ്ഡവരും ശംഖുകൾ മുഴക്കി. മാധവൻ, അർജുനൻ, യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, കാശിരാജാവ്, ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ, വിരാടൻ, സത്യകി, ദ്രുപദൻ, സുഭദ്രാപുത്രൻ, കുന്തിപുത്രൻ എന്നിവരും അനേകം ശംഖുകൾ മുഴക്കി. ആ ആരവം കൗരവരുടെ ഹൃദയങ്ങളെ പിളർന്നു. അപ്പോൾ യുദ്ധത്തിനായി അണിനിരത്തി നിർത്തിയിരുന്ന സൈന്യങ്ങളെ നോക്കി വാനരക്കുടി കെട്ടിയ രഥത്തിലിരുന്ന അർജുനൻ പറഞ്ഞു: എന്റെ രഥം 2 സൈന്യങ്ങൾക്കും മധ്യ നിർത്തുക കേശവ. ആരൊക്കെയാണ് എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ കാണട്ടെ. ദുഷ്ടബുദ്ധിയായ ധൃതരാഷ്ട്രന്റെ മകന് ദുര്യോധനന് പ്രിയം ചെയ്യാനായി വന്നവരെ ഞാൻ കാണട്ടെ. സഞ്ജയൻ പറഞ്ഞു. അർജുനൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഋഷികേശൻ, കൃഷ്ണൻ ഭീഷ്മരുടെയും ദ്രോണരുടെയും മുൻപിൽ രഥം നിർത്തി. കൃഷ്ണൻ പറഞ്ഞു: ഹേ പാർത്ഥ, ഇവിടെ ഒരുമിച്ചിരിക്കുന്ന കൗരവരെ കണ്ടാലും അർജുനൻ തന്റെ അമ്മാവന്മാരെയും അച്ഛന്മാരെയും ഗുരുക്കന്മാരെയും മക്കളെയും പേരക്കുട്ടികളെയും സുഹൃത്തുക്കളെയും മാതുലന്മാരെയും മരുമക്കളെയും സ്നേഹിതരെയും ഭാര്യാഭർത്താക്കന്മാരെയും കണ്ടു. അർജുനന്റെ ഹൃദയം വലിയ കൃപയാൽ നിറഞ്ഞു. വിഷാദത്തോടെ അവൻ കൃഷ്ണനോട് പറഞ്ഞു: കൃഷ്ണ, യുദ്ധത്തിനായി വന്നിരിക്കുന്ന ഈ സ്വജനങ്ങളെ കാണുമ്പോൾ എന്റെ കൈകാലുകൾ തളരുന്നു, എന്റെ ശരീരം വിറയ്ക്കുന്നു, എന്റെ രോമങ്ങൾ എഴുന്നുനിൽക്കുന്നു, ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, എന്റെ തൊലി കത്തുന്നു. എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് വിജയമോ രാജ്യസുഖമോ വേണ്ട. നമുക്കെന്തിന് രാജ്യഭോഗങ്ങൾ കൃഷ്ണ? ആർക്കുവേണ്ടിയാണോ നമ്മൾ രാജ്യവും സുഖങ്ങളും ആഗ്രഹിക്കുന്നത്, അവരെല്ലാം ഇവിടെ യുദ്ധത്തിനായി അണിനിരന്നിരിക്കുന്നു. ഗുരുക്കന്മാർ, അച്ഛന്മാർ, മക്കൾ, പേരക്കുട്ടികൾ, മാതുലന്മാർ, ബന്ധുക്കൾ, ഇവരെ ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല, 3 ലോകത്തിന്റെ രാജ്യത്തിനു വേണ്ടിയാണെങ്കിൽ പോലും. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് എന്ത് സന്തോഷമാണ് ഞങ്ങൾക്ക് ലഭിക്കുക? പാപം മാത്രമേ ഞങ്ങളെ പിന്തുടരൂ. അതുകൊണ്ട് നമ്മളിവരെ കൊല്ലുന്നത് ഉചിതമല്ല. ബന്ധുക്കളെ കൊന്നിട്ട് നമ്മൾ എങ്ങനെ സുഖികളാകും? കുലത്തെ നശിപ്പിക്കുന്നതുകൊണ്ടുള്ള ദോഷം അറിയുന്നില്ലേ? കുലനാശം സംഭവിക്കുമ്പോൾ സനാതനധർമ്മങ്ങൾ നശിക്കുന്നു. അധർമ്മം വർദ്ധിക്കുമ്പോൾ കുലസ്ത്രീകൾ ദുഷിക്കുന്നു. ദുഷിച്ചവരിൽ നിന്ന് വർണ്ണസങ്കരമുണ്ടാകുന്നു. വർണ്ണസങ്കരം നരകത്തിനായി കാരണമാകുന്നു. കുലത്തെ നശിപ്പിച്ചവർക്കും കുലത്തിനും നരകം ലഭിക്കുന്നു. വർണ്ണസങ്കരത്താൽ കുലധർമ്മങ്ങളും ജാതിധർമ്മങ്ങളും നശിക്കുന്നു. ഞങ്ങൾ വലിയ പാപം ചെയ്യാൻ ഒരുമ്പെട്ടിരിക്കുന്നു. എന്നെ പ്രതിരോധിക്കാതെ ആയുധമില്ലാത്ത എന്നെ ധൃതരാഷ്ട്രന്റെ മക്കൾ യുദ്ധത്തിൽ കൊന്നാൽ അതെനിക്ക് കൂടുതൽ നല്ലതാണ്. സഞ്ജയൻ പറഞ്ഞു. യുദ്ധകളത്തിൽ ഇങ്ങനെ സംസാരിച്ച ശേഷം അർജുനൻ തന്റെ വില്ലും അമ്പുകളും ഉപേക്ഷിച്ച് രഥത്തിന്റെ പിൻഭാഗത്തിരുന്നു. അവന്റെ മനസ്സ് ദുഃഖത്തിൽ ആണ്ടുപോയിരുന്നു. അധ്യായം 2 സാഖ്യയോഗം. സഞ്ജയൻ പറഞ്ഞു. ദുഃഖത്താൽ കണ്ണുനീർ നിറഞ്ഞവനും വിഷാദത്തിലായവനുമായ അർജുനനോട് മധുസൂദനൻ ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു. ശ്രീഭഗവാൻ പറഞ്ഞു, അർജുന, ഈ വിഷമഘട്ടത്തിൽ നിനക്കെന്തിനാണ് ഈ അശുദ്ധി? ഇത് ശ്രേഷ്ഠമല്ലാത്തതും സ്വർഗം നൽകുന്നതുമല്ലാത്തതും അപകീർത്തികരവുമാണ്. ഹേ പരന്തപ, ക്ലൈബ്യം ഉപേക്ഷിക്കുക. നിസാരമായ ഹൃദയദൗർബല്യം കളഞ്ഞെഴുന്നേൽക്കുക. അർജുനൻ പറഞ്ഞു. മധുസൂദന, ഭീഷ്മരെയും ദ്രോണരെയും എങ്ങനെ ഞാൻ യുദ്ധത്തിൽ അസ്ത്രങ്ങൾ കൊണ്ട് തിരിച്ചടിക്കും? അവർ പൂജാർഹരല്ലേ? ഈ ലോകത്ത് മഹാന്മാരായ ഗുരുക്കന്മാരെ കൊല്ലാതെ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നതുപോലും ശ്രേയസ്കരമാണ്.
അവരെ കൊന്നാൽ രക്തത്തിൽ കുളിച്ച സമ്പത്താണ് നമുക്ക് ലഭിക്കുക. ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല. ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നാൽ ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ശരീരം ദുഃഖത്താൽ വാടിപ്പോകുന്നു. 3 ലോകത്തിലും ഒരു രാജ്യം ലഭിച്ചാൽ പോലും എന്റെ ഇന്ദ്രിയങ്ങളെ നശിപ്പിക്കുന്ന ഈ ദുഃഖം മാറ്റാൻ എനിക്ക് കഴിയില്ല. സഞ്ജയൻ പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞ് ഹൃഷികേശനായ കൃഷ്ണനോട് താൻ യുദ്ധം ചെയ്യില്ലെന്ന് പറഞ്ഞ് അർജുനൻ മൗനിയായി. ശ്രീഭഗവാൻ പറഞ്ഞു, അർജുന, നീ ദുഃഖിക്കാൻ പാടില്ലാത്തവരെക്കുറിച്ച് ദുഃഖിക്കുകയും പാണ്ഡിത്യവാക്കുകൾ സംസാരിക്കുകയും ചെയ്യുന്നു. പോയവരെക്കുറിച്ചും പോകാത്തവരെക്കുറിച്ചും പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല. ഞാനില്ലാതിരുന്ന ഒരു കാലമില്ല, നീയും ഈ രാജാക്കന്മാരും ഇല്ലാതിരുന്ന ഒരു കാലമില്ല. ഭാവിയിൽ നമ്മൾ ഇല്ലാതാകുകയുമില്ല. എങ്ങനെയാണോ ഈ ദേഹത്തിൽ ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നിവ സംഭവിക്കുന്നത്, അതുപോലെ ദേഹി മറ്റൊരു ശരീരം പ്രാപിക്കുന്നു. ധീരനായവനെ ഇത് മോഹിപ്പിക്കുന്നില്ല. കൗന്ദയ, ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള സമ്പർക്കമാണ് സുഖദുഃഖങ്ങളെയും തണുപ്പിനെയും ചൂടിനെയും നൽകുന്നത്. അവ വന്നും പോയുമിരിക്കും. ഭരതർഷഭ, അവയെ ക്ഷമിക്കുക. സുഖദുഃഖങ്ങളെ തുല്യമായി കാണുന്ന ധീരനായ വ്യക്തി അമരത്വത്തിന് യോഗ്യനാകുന്നു. ഇല്ലാത്തതിന് നിലനിൽപ്പില്ല, ഉള്ളതിന് ഇല്ലാതാകാൻ കഴിയില്ല. ഇതിന്റെ രഹസ്യം തത്വജ്ഞാനികൾ കണ്ടിരിക്കുന്നു. ഈ ആത്മാവിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ ശരീരങ്ങൾക്ക് നാശമുണ്ട്, എന്നാൽ നിത്യനും നശിക്കാത്തവനും അളവില്ലാത്തവനുമായ ആത്മാവിന് നാശമില്ല. അതിനാൽ നീ യുദ്ധം ചെയ്യുക. ആത്മാവ് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നില്ല. അത് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. അതുണ്ടായിട്ട് ഇല്ലാതാവുന്നില്ല. അത് നിത്യനാണ്, ശാശ്വതനാണ്, പുരാതനനാണ്. എങ്ങനെയാണോ ഒരു മനുഷ്യൻ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നത്, അതുപോലെ ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയത് സ്വീകരിക്കുന്നു. ഈ ആത്മാവിനെ ആയുധങ്ങൾ മുറിക്കുന്നില്ല, തീ ഇതിനെ ദഹിപ്പിക്കുന്നില്ല, വെള്ളം നനയ്ക്കുന്നില്ല, കാറ്റ് ഉണക്കുന്നില്ല. ഇത് ഛേദിക്കാനാവാത്തതും ദഹിക്കാനാവാത്തതും നനയ്ക്കാനാവാത്തതും ഉണക്കാനാവാത്തതുമാണ്. ഇത് നിത്യനും സർവ്വവ്യാപിയും സ്ഥിരനും അജലനും സനാതനനുമാണ്. അല്ലെങ്കിൽ നീ ഈ ആത്മാവ് എപ്പോഴും ജനിക്കുന്നവനും മരിക്കുന്നവനുമാണെന്ന് വിചാരിച്ചാൽ പോലും നീ ദുഃഖിക്കാൻ പാടില്ല. ജനിച്ചവന് മരണം നിശ്ചയമാണ്, മരിച്ചവന് ജനനവും നിശ്ചയമാണ്. അതിനാൽ ഒഴിച്ചുകൂടാനാവാത്ത കാര്യത്തിൽ നീ ദുഃഖിക്കരുത്. ഹേ ഭാരത, എല്ലാ ജീവികളുടെയും ആദി അവ്യക്തമാണ്, മധ്യം വ്യക്തമാണ്, ഒടുവിൽ അവ്യക്തമാകുന്നു. പിന്നെ എന്തിനാണ് ദുഃഖം? ചിലർ ഇതിനെ അത്ഭുതം പോലെ കാണുന്നു, ചിലർ അത്ഭുതം പോലെ പറയുന്നു, ചിലർ കേട്ടിട്ടും അറിയുന്നില്ല. ഈ ആത്മാവ് എല്ലാവരുടെയും ദേഹത്തിൽ നിത്യവും നശിക്കാത്തതുമാണ്. അതിനാൽ നീ ഒരു ജീവിയെക്കുറിച്ചും ദുഃഖിക്കരുത്. നിന്റെ സ്വധർമ്മം പരിഗണിക്കുമ്പോൾ നീ വിറയ്ക്കുന്നത് ഉചിതമല്ല. ക്ഷത്രിയന് ധർമ്മ്യമായ യുദ്ധത്തേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല. സ്വയം തുറന്നു കിട്ടിയ സ്വർഗ്ഗകവാടം പോലെയാണ് ഈ യുദ്ധം. ഭാഗ്യം ലഭിച്ച ക്ഷത്രിയർക്ക് മാത്രമേ ഇത് ലഭിക്കൂ. നീ ഈ ധർമ്മ്യമായ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ സ്വധർമ്മവും കീർത്തിയും ഉപേക്ഷിച്ച് പാപം നേടും. ഭൂതങ്ങൾ നിന്റെ അപകീർത്തി എപ്പോഴും സംസാരിക്കും. കീർത്തിമാനായവന് അപകീർത്തി മരണത്തേക്കാൾ വലുതാണ്. മഹാരഥനായ നീ ഭയന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെന്ന് വിചാരിക്കും. നിന്നെ ബഹുമാനിച്ചിരുന്ന അവർ ഇനി നിന്നെ നിന്ദിക്കും. നീ കൊല്ലപ്പെട്ടാൽ സ്വർഗം നേടും, ജയിച്ചാൽ ഭൂമി ഭരിക്കും. അതിനാൽ കൗന്ദയ, യുദ്ധത്തിനായി എഴുന്നേൽക്കുക. സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും ജയപരാജയങ്ങളെയും തുല്യമായി കണ്ട് യുദ്ധം ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നിനക്ക് പാപം ലഭിക്കില്ല. ബുദ്ധിയോടുള്ള ഈ സംഖ്യയെന്ന ഉപദേശം നിനക്ക് പറഞ്ഞുതന്നു. ഇനി കർമ്മയോഗത്തിൽ ബുദ്ധിയോടുള്ളതിനെ കേട്ടാലും. ഈ ബുദ്ധിയാൽ യുക്തനായാൽ നീ കർമ്മബന്ധത്തിൽ നിന്ന് മോചിതനാകും. ഈ ലോകത്ത് ആരംഭിച്ച പരിശ്രമം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല, ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല. സ്വൽപ്പം ധർമ്മം പോലും വലിയ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഹേ ഗുരുനന്ദന, ഈ ലോകത്ത് ദൃഢനിശ്ചയമുള്ള ബുദ്ധി ഒന്നേയുള്ളൂ.
എന്നാൽ അസ്ഥിരമായ ബുദ്ധിയുള്ളവരുടെ ബുദ്ധികൾ പല ശാഖകളായി പിരിയുന്നു. വേദങ്ങളിലെ പൂക്കളുള്ള വാക്കുകൾ പറയുന്ന അവിവേകികൾ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരും പുനർജന്മത്തിനുള്ള കർമ്മഫലങ്ങളെ പറയുന്നവരുമാണ്. അവർ ഭോഗൈശ്വര്യത്തിൽ ആസക്തരാണ്. ഭോഗങ്ങളിലും ഐശ്വര്യങ്ങളിലും ആസക്തിയുള്ളവരുടെ ബുദ്ധി സ്ഥിരമായിരിക്കുന്നില്ല. വേദങ്ങൾ 3 ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അർജുന, നീ അത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനാവുക, നിത്യനായിരിക്കുക, സുഖദുഃഖങ്ങളിൽ നിന്ന് മുക്തനായിരിക്കുക, ആത്മീയതയിൽ ഉറച്ചുനിൽക്കുക. കർമ്മം ചെയ്യുന്നതിൽ മാത്രമാണ് നിനക്ക് അവകാശം, അതിന്റെ ഫലങ്ങളിൽ ഒരു നാളുമില്ല. നീ കർമ്മഫലത്തിന് കാരണക്കാരനാകരുത്. കർമ്മം ചെയ്യാതിരിക്കുന്നതിലും നിനക്ക് ആസക്തിയുണ്ടാകരുത്. ധനഞ്ജയ, ആസക്തി ഉപേക്ഷിച്ച് യോഗത്തിൽ ഉറച്ചുനിന്ന് കർമ്മങ്ങൾ ചെയ്യുക. സിദ്ധിയും അസിദ്ധിയും തുല്യമായി കാണുക. സമത്വമാണ് യോഗമെന്ന് പറയുന്നത്. ധനഞ്ജയ, ബുദ്ധിയോഗത്തേക്കാൾ കമ്മമാണ് നിസ്സാരമായിട്ടുള്ളത്. ഫലങ്ങളെ ആഗ്രഹിക്കുന്നവർ ദുഃഖിതരാണ്. ബുദ്ധിയുക്തനായവൻ ഈ ലോകത്ത് നല്ലതും ചീത്തയുമായ ഫലങ്ങളെ ഉപേക്ഷിക്കുന്നു. അതിനാൽ യോഗത്തിനായി പരിശ്രമിക്കുക. കർമ്മങ്ങളിലെ കൗശലമാണ് യോഗം. ബുദ്ധിയോടുകൂടിയവർ കർമ്മഫലം ഉപേക്ഷിച്ച് ജനനബന്ധത്തിൽ നിന്ന് മോചിതരായി ദോഷമില്ലാത്ത പരമപദം നേടുന്നു. മോഹമാകുന്ന ചെളിയിൽ നിന്ന് നിന്റെ ബുദ്ധി കടന്നുപോകുമ്പോൾ നീ കേട്ടതും കേൾക്കാനുള്ളതുമായ കാര്യങ്ങളിൽ വൈരാഗ്യം നേടും. വേദോപദേശങ്ങളാൽ ചലിച്ച നിന്റെ ബുദ്ധി നിശ്ചലമായി യോഗസമാധിയിൽ ഉറയ്ക്കുമ്പോൾ നീ യോഗം നേടുന്നു. അർജുനൻ ചോദിച്ചു, കേശവ, സ്ഥിതപ്രജ്ഞനാരാണ്? അവന്റെ ലക്ഷണങ്ങളെന്തൊക്കെയാണ്? അവൻ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ നടക്കുന്നു? ശ്രീഭഗവാൻ പറഞ്ഞു, പാർത്ഥ, എപ്പോൾ മനുഷ്യൻ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ, ആത്മാവിൽ സ്വയം സന്തോഷിക്കുന്നുവോ, അപ്പോഴാണ് അവൻ സ്ഥിതപ്രജ്ഞനെന്നറിയപ്പെടുന്നത്. ദുഃഖങ്ങളിൽ മനസ്സ് ഇളകാത്തവനും സുഖങ്ങളിൽ ആസക്തിയില്ലാത്തവനും രാഗവും ഭയവും ക്രോധവുമില്ലാത്തവനാണ് മുനി. ആമ അതിന്റെ അവയവങ്ങളെ എങ്ങനെയാണോ ഉള്ളിലേക്ക് വലിക്കുന്നത്, അതുപോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുമ്പോഴാണ് അവന്റെ പ്രജ്ഞ സ്ഥാപിക്കപ്പെടുന്നത്. വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിന്മാറുന്നു, എന്നാൽ രസം, ആസക്തി നിലനിൽക്കുന്നു. പരമാത്മാവിനെ കണ്ടുകഴിയുമ്പോൾ ആ രസവും നശിക്കുന്നു. കൗന്ദയ, ശ്രമിക്കുന്നവന്റെ മനസ്സിനെപ്പോലും ഇളക്കാൻ കഴിയുന്നത്ര ശക്തമാണ് ഇന്ദ്രിയങ്ങൾ. അവയെ നിയന്ത്രിച്ച് എന്നെ ആശ്രയിച്ചിരുന്നാൽ പ്രജ്ഞ സ്ഥാപിക്കപ്പെടും. വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവന് വിഷയങ്ങളിൽ ആസക്തിയുണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമം, ആഗ്രഹമുണ്ടാകുന്നു. കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാകുന്നു. ക്രോധത്തിൽ നിന്ന് മോഹമുണ്ടാകുന്നു. മോഹത്തിൽ നിന്ന് സ്മൃതിനാശം സംഭവിക്കുന്നു. സ്മൃതിനാശത്തിൽ നിന്ന് ബുദ്ധിനാശം സംഭവിക്കുന്നു. ബുദ്ധി നശിച്ചവൻ നശിക്കുന്നു. എന്നാൽ രാഗവും ദ്വേഷവുമില്ലാത്ത ഇന്ദ്രിയങ്ങളാൽ വിഷയങ്ങളെ അനുഭവിക്കുന്നവൻ, ശാന്തനായവൻ പ്രസാദം നേടുന്നു. പ്രസാദം ലഭിക്കുമ്പോൾ എല്ലാ ദുഃഖങ്ങളും നശിക്കുന്നു. പ്രസന്നമായ മനസ്സിന് ഉടൻ ബുദ്ധി സ്ഥിരമാകുന്നു. അയുക്തനായവന് ബുദ്ധിയില്ല, ഭാവനയില്ല. ഭാവനയില്ലാത്തവന് ശാന്തിയില്ല. ശാന്തിയില്ലാത്തവന് എവിടെയാണ് സുഖം? ഇന്ദ്രിയങ്ങളെ അനുസരിക്കുന്നവൻ കാറ്റുവെള്ളത്തിലെ വഞ്ചിയെ എന്ന പോലെ അവന്റെ പ്രജ്ഞയെ അപഹരിക്കുന്നു. അതുകൊണ്ട് മഹാബാഹോ, ആരുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നുവോ അവന്റെ പ്രജ്ഞ സ്ഥിരമാകുന്നു. എല്ലാ ജീവികൾക്കും രാത്രിയായത് സംയമിയായവന് ഉണർന്നിരിക്കുന്ന സമയമാണ്. ജീവികൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മുനിക്ക് അതിരാത്രിയാണ്. വെള്ളം കൊണ്ട് നിറയുന്ന സമുദ്രം എന്ന പോലെ ആരാണോ ആഗ്രഹങ്ങൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് അവന് ശാന്തി ലഭിക്കുന്നു. ആഗ്രഹിക്കുന്നവന് ശാന്തിയില്ല. ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് മമതയും അഹങ്കാരവുമില്ലാതെ ചരിക്കുന്നവൻ ശാന്തി നേടുന്നു. പാർത്ഥ, ഇതാണ് ബ്രാഹ്മസ്ഥിതി, ബ്രഹ്മത്തിലുള്ള അവസ്ഥ. ഇത് നേടിയാൽ പിന്നെ മോഹമുണ്ടാകില്ല. അന്ത്യകാലത്തും ഇതിൽ ഉറച്ചുനിന്നാൽ ബ്രഹ്മനിർമ്മാണം, മോക്ഷം നേടുന്നു. അധ്യായം 3. കർമ്മയോഗം. ആരംഭത്തിൽ കണ്ട ദുഃഖവും വിഷാദവും അർജുന വിഷാദയോഗം മാറി ഇപ്പോൾ നമ്മൾ കർമ്മയോഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അർജുനൻ ചോദിച്ചു, ജനാർദ്ദന, കർമ്മത്തേക്കാൾ ബുദ്ധി ശ്രേഷ്ഠമാണെന്ന് അങ്ങ് പറയുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഘോരമായ കർമ്മത്തിൽ, യുദ്ധത്തിൽ എന്നെ നിയോഗിക്കുന്നത്? പരസ്പര വിരുദ്ധമായ വാക്കുകളാൽ അങ്ങെന്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നു. അതിനാൽ എനിക്ക് ശ്രേയസ്കരമായ ഒരേ ഒരു കാര്യം തീർച്ചപ്പെടുത്തി പറയുക. ശ്രീഭഗവാൻ പറഞ്ഞു, അനഘ, ഈ ലോകത്ത് 2 തരം നിഷ്ഠകൾ ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്.
സാംഖ്യയോഗികൾക്ക്, ജ്ഞാനികൾക്ക് ജ്ഞാനയോഗത്താലും, യോഗികൾക്ക്, കർമ്മികൾക്ക് കർമ്മയോഗത്താലുമാണ് ഈ നിഷ്ഠ. കർമ്മം ചെയ്യാതിരുന്നതുകൊണ്ടു മാത്രം ഒരു പുരുഷൻ നൈഷ്കർമ്മ്യം നേടുന്നില്ല. കേവലം കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതുകൊണ്ടു മാത്രം സിദ്ധി നേടുന്നില്ല. ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതെ ആർക്കും ഇരിക്കാൻ കഴിയില്ല. പ്രകൃതിയുടെ ഗുണങ്ങളാൽ എല്ലാവരും നിർബന്ധിതരായി കർമ്മം ചെയ്യുന്നു. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയവിഷയങ്ങളെ ഓർക്കുന്ന മൂഢനായവൻ മിഥ്യാചാരി എന്ന് അറിയപ്പെടുന്നു. എന്നാൽ അർജുന, ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ആസക്തിയില്ലാതെ കർമ്മേന്ദ്രിയങ്ങളാൽ കർമ്മയോഗം ചെയ്യുന്നവൻ ശ്രേഷ്ഠനാണ്. നീ നിന്റെ നിയതമായ കർമ്മം ചെയ്യുക. കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്യാതിരുന്നാൽ നിനക്ക് ശരീരം നിലനിർത്താൻ പോലും കഴിയില്ല. യജ്ഞത്തിനായി ചെയ്യുന്ന കർമ്മങ്ങളല്ലാതെ മറ്റെല്ലാ കർമ്മങ്ങളും ഈ ലോകത്തെ ബന്ധിക്കുന്നു. അതുകൊണ്ട് കൗണ്ഡേയ, ആസക്തിയില്ലാതെ യജ്ഞത്തിനായി കർമ്മം ചെയ്യുക. പണ്ട് പ്രജാപതി അഥവാ സ്രഷ്ടാവ് യജ്ഞത്തോടുകൂടി മനുഷ്യരെ സൃഷ്ടിച്ചിട്ടു പറഞ്ഞു, ഈ യജ്ഞത്താൽ നിങ്ങൾ ദേവന്മാരെ പ്രീതിപ്പെടുത്തുക, ദേവന്മാർ നിങ്ങളെയും. ഇങ്ങനെ പരസ്പരം പ്രീതിപ്പെടുത്തി നിങ്ങൾ പരമമായ ശ്രേയസ് നേടും. യജ്ഞത്താൽ പ്രീതിപ്പെട്ട ദേവന്മാർ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഭോഗങ്ങൾ നൽകും. അവർ തന്നത് തിരികെ നൽകാതെ ഭുജിക്കുന്നവൻ കള്ളനാണ്. യജ്ഞം ചെയ്ത ശേഷം ബാക്കിയുള്ളത് കഴിക്കുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വന്തം ശരീരത്തിനായി മാത്രം പാചകം ചെയ്യുന്നവർ പാപമാണ് ഭുജിക്കുന്നത്. അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങളുണ്ടാകുന്നത്. മഴയിൽ നിന്ന് അന്നമുണ്ടാകുന്നു. യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടാകുന്നത്. കർമ്മത്തിൽ നിന്നാണ് യജ്ഞമുണ്ടാകുന്നത്. ബ്രഹ്മത്തിൽ നിന്നാണ് കർമ്മമുണ്ടാകുന്നത്. ആ ബ്രഹ്മം അക്ഷരമായ പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ലോകത്ത് ഈ ചക്രം പിന്തുടരാത്തവൻ ഇന്ദ്രിയസുഖത്തിൽ ആസക്തനായി പാപപൂർണമായ ജീവിതമാണ് നയിക്കുന്നത്. എന്നാൽ ആത്മാവിൽ രമിക്കുന്നവനും ആത്മതൃപ്തനും ആത്മാവിൽ മാത്രം സന്തോഷിക്കുന്നവനും കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ കർമ്മം ചെയ്തതുകൊണ്ട് നേട്ടമില്ല, ചെയ്യാതിരുന്നതുകൊണ്ട് നഷ്ടമില്ല. ഒരു ജീവിയെയും ആശ്രയിക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് ആസക്തിയില്ലാതെ എപ്പോഴും കർമ്മം ചെയ്യുക. ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നവന് പരമപദം ലഭിക്കുന്നു. ജനകാദികൾ പോലും കർമ്മത്താൽ മാത്രമാണ് സിദ്ധി നേടിയത്. ലോകസംഗ്രഹത്തെ നോക്കിയും നീ കർമ്മം ചെയ്യണം. ശ്രേഷ്ഠനായവൻ എന്തു ചെയ്യുന്നുവോ അത് തന്നെയാണ് സാധാരണ ജനങ്ങൾ പിന്തുടരുന്നത്. അവൻ എന്തു പ്രമാണം, മാതൃക നൽകുന്നുവോ ലോകം അതിനെ അനുവർത്തിക്കുന്നു. പാർത്ഥ, 3 ലോകത്തും എനിക്ക് ചെയ്യേണ്ടതായി ഒന്നുമില്ല. ഞാനൊന്നും നേടിയിട്ടില്ല, നേടേണ്ടതുമില്ല. എന്നിട്ടും ഞാൻ കർമ്മം ചെയ്യുന്നു. ഞാൻ കർമ്മം ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യരെല്ലാം എന്റെ വഴി പിന്തുടരും. അപ്പോൾ ലോകം നശിക്കും. ഞാൻ വർണ്ണസങ്കരത്തിന് കാരണക്കാരനാകും. അജ്ഞാനികൾ എങ്ങനെയാണോ ആസക്തിയോട് കർമ്മം ചെയ്യുന്നത്, അതുപോലെ ഭാരത, ജ്ഞാനികൾ ലോകസംഗ്രഹത്തിനായി ആസക്തിയില്ലാതെ കർമ്മം ചെയ്യണം. ജ്ഞാനികൾ കർമ്മത്തിൽ ആസക്തിയുള്ളവരുടെ ബുദ്ധിയെ ഭേദിക്കരുത്. അവർ സ്വയം കർമ്മങ്ങൾ ചെയ്ത് അവരെ അതിലേക്ക് പ്രേരിപ്പിക്കണം. പ്രകൃതിയുടെ ഗുണങ്ങളാലാണ് എല്ലാ കർമ്മങ്ങളും സംഭവിക്കുന്നത്. എന്നാൽ അഹങ്കാരത്താൽ മൂഢനായവൻ ഞാനാണ് കർത്താവ് എന്ന് വിചാരിക്കുന്നു. ഗുണങ്ങളും കർമ്മങ്ങളും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നവൻ ഗുണങ്ങളാണ് ഗുണങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഗുണങ്ങളിൽ ആസക്തിയുള്ളവരെ ജ്ഞാനി ചലിപ്പിക്കരുത്. എല്ലാ കർമ്മങ്ങളെയും ആത്മീയമായ ചിന്തയോടെ എന്നിൽ സമർപ്പിച്ച് ആസക്തിയില്ലാതെ, മമതയില്ലാതെ, ദുഃഖം വിട്ട് നീ യുദ്ധം ചെയ്യുക. എന്റെ ഈ അഭിപ്രായത്തെ നിത്യവും അനുഷ്ഠിക്കുന്ന ശ്രദ്ധയുള്ള മനുഷ്യർ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിതരാകുന്നു. എന്നാൽ ഇതിൽ ദോഷം കാണുകയും അനുഷ്ഠിക്കാതിരിക്കുകയും ചെയ്യുന്ന അവിവേകികളെ നീ നഷ്ടപ്പെട്ടവരായി അറിയുക. എല്ലാ ജീവികളും പ്രകൃതിയെ പിന്തുടരുന്നു. വിവേകമുള്ളവനും സ്വന്തം പ്രകൃതിയെ അനുസരിക്കുന്നു. പിന്നെ എന്തിനാണ് നിഷേധം? ഇന്ദ്രിയങ്ങൾ ഓരോ വിഷയത്തിലും രാഗവും ദ്വേഷവും സ്ഥാപിച്ചിരിക്കുന്നു. അവയുടെ സ്വാധീനത്തിൽ പെടരുത്. സ്വന്തം ധർമ്മം ഗുണരഹിതമാണെങ്കിൽ പോലും അന്യന്റെ ധർമ്മം നന്നായി അനുഷ്ഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. സ്വധർമ്മത്തിൽ മരിക്കുന്നത് ശ്രേയസ്കരമാണ്. അന്യന്റെ ധർമ്മം ഭയങ്കരമാണ്. അർജുനൻ ചോദിച്ചു,
പിന്നെ എന്തിനാണ് ഒരുവൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ബലം പ്രയോഗിക്കപ്പെടുന്നവനെപ്പോലും പാപം ചെയ്യുന്നത്? ശ്രീ ഭഗവാൻ പറഞ്ഞു, രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന കാമമാണ് ഇതിന് കാരണം. അതുതന്നെയാണ് ക്രോധമായി മാറുന്നത്. ഇത് വലിയ പാപിയും നശിപ്പിക്കുന്നതുമാണ്. പുകയാൽ തീ മറയ്ക്കുന്നതുപോലെയും മാലിന്യത്താൽ കണ്ണാടി മറയ്ക്കുന്നതുപോലെയും ഗർഭസ്ഥ ശിശുവിനെ ഗർഭപാത്രം മറയ്ക്കുന്നതുപോലെയും കാമത്താൽ ജ്ഞാനം മറയ്ക്കപ്പെടുന്നു. ഈ ജ്ഞാനിയുടെ നിത്യശത്രു കാമത്തിന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് ഇതിന്റെ ആശ്രയം. ഇവയെ ഉപയോഗിച്ച് ഇത് ജ്ഞാനത്തെ മറയ്ക്കുകയും ദേഹിയെ മോഹിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭരതർഷഭ, നീ ആദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഈ പാപത്തെ, അതായത് കാമത്തെ നശിപ്പിക്കുക. ജ്ഞാനം മറയ്ക്കുന്ന ഇവയെ നശിപ്പിക്കുക. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠം മനസ്സാണ്. മനസ്സിനേക്കാൾ ശ്രേഷ്ഠം ബുദ്ധിയാണ്. ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം ആത്മാവാണ്. അതിനാൽ ബുദ്ധിയാൽ ആത്മാവിനെ അറിഞ്ഞ ശേഷം നീ ഈ കാമത്തെ നശിപ്പിക്കുക. ഈ കർമ്മയോഗം കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദത്തിലെ 3-ാമത്തെ അധ്യായമാണ്. അധ്യായം 4, ജ്ഞാനകർമ്മസന്യാസയോഗം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഈ യോഗത്തെ ആദ്യം സൂര്യന് നൽകി. സൂര്യൻ മനുവിനും മനു ഇക്ഷ്വാകുവിനും നൽകി. അങ്ങനെ പാരമ്പര്യമായി വന്ന ഈ രാജർഷി യോഗം കാലക്രമേണ നഷ്ടപ്പെട്ടു. നീ എന്റെ ഭക്തനും സഖാവുമായതുകൊണ്ട് ഈ പുരാതന യോഗം ഞാൻ നിനക്കിപ്പോൾ പറഞ്ഞു തരുന്നു. അർജുനൻ ചോദിച്ചു, അങ്ങ് അടുത്തിടെ ജനിച്ചവനാണല്ലോ. സൂര്യൻ അങ്ങയ്ക്ക് മുൻപുണ്ടായിരുന്നവനാണ്. പിന്നെ എങ്ങനെയാണ് അങ്ങിത് സൂര്യന് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുക? ശ്രീഭഗവാൻ പറഞ്ഞു, അർജുന, എനിക്കും നിനക്കും നിരവധി ജന്മങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയെല്ലാം ഞാൻ അറിയുന്നു, എന്നാൽ നീ അറിയുന്നില്ല. ഞാൻ ജനിക്കാത്തവനും നശിക്കാത്തവനും എല്ലാ ജീവികൾക്കും ഈശ്വരനുമാണ്. എന്റെ പ്രകൃതിയെ ആശ്രയിച്ച് ഞാൻ സ്വയം മായയാൽ അവതരിക്കുന്നു. ധർമ്മത്തെ രക്ഷിക്കാനും ദുഷ്ടരെ നശിപ്പിക്കാനും ധർമ്മത്തെ സ്ഥാപിക്കാനുമായി ഞാൻ യുഗം തോറും അവതരിക്കുന്നു. ആരാണോ എന്റെ ദിവ്യമായ ജനനത്തെയും കർമ്മങ്ങളെയും യഥാർത്ഥത്തിൽ അറിയുന്നത്, അവൻ ശരീരം ഉപേക്ഷിച്ച ശേഷം പുനർജനിക്കുന്നില്ല, എന്നെ തന്നെ പ്രാപിക്കുന്നു. രാഗവും ഭയവും ക്രോധവുമില്ലാത്തവരും എന്നിൽ പൂർണ്ണമായി മനസ്സുറപ്പിച്ചവരും തപസ്സിനാൽ ശുദ്ധരായവരുമായ പലരും എന്റെ ഭാവം പ്രാപിച്ചിട്ടുണ്ട്. ആരാണോ എന്നെ എങ്ങനെ സമീപിക്കുന്നത്, അവരെ ഞാൻ അതുപോലെ സ്വീകരിക്കുന്നു. പാർത്ഥ, എല്ലാ മനുഷ്യരും എന്റെ വഴിയെ തന്നെയാണ് പിന്തുടരുന്നത്. കർമ്മഫലമാഗ്രഹിക്കുന്നവർ ഈ ലോകത്ത് ദേവന്മാരെ ആരാധിക്കുന്നു. ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും വിഭജനമനുസരിച്ച് ഞാൻ 4 വർണ്ണങ്ങളെ സൃഷ്ടിച്ചു. അതിന്റെ കർത്താവ് ഞാൻ തന്നെയാണ്. എങ്കിലും എന്നെ നശിക്കാത്തവനായി അറിയുക. കർമ്മങ്ങൾ എന്നെ ബന്ധിക്കുന്നില്ല. എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹമില്ല. ഇങ്ങനെ ആരാണോ എന്നെ അറിയുന്നത്, അവൻ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. പൂർവികരും ഇപ്രകാരം അറിഞ്ഞാണ് കർമ്മങ്ങൾ ചെയ്തത്. അതുകൊണ്ട് നീയും ആ പൂർവികർ ചെയ്തതുപോലെ കർമ്മങ്ങൾ ചെയ്യുക. കർമ്മമെന്താണ്, അകർമ്മം എന്താണെന്ന് നിർണയിക്കുന്നതിൽ ജ്ഞാനികൾ പോലും മോഹിതരാകുന്നു. അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അതറിഞ്ഞാൽ നീ അശുഭത്തിൽ നിന്ന് മോചിതനാകും. കർമ്മത്തെക്കുറിച്ചറിയണം, വികർമ്മത്തെക്കുറിച്ചും അറിയണം, അകർമ്മത്തെക്കുറിച്ചും അറിയണം. കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണ്. ആരാണോ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നത്, അവനാണ് മനുഷ്യരിൽ ബുദ്ധിമാൻ. അവനാണ് യോഗിയും എല്ലാ കർമ്മങ്ങളും ചെയ്തവനും. ആരുടെ എല്ലാ പ്രവൃത്തികളും ആഗ്രഹങ്ങളില്ലാത്തതാണോ, അവന്റെ കർമ്മങ്ങൾ ജ്ഞാനമാകുന്ന അഗ്നിയാൽ ദഹിച്ചുപോയിരിക്കുന്നു. അവനെ പണ്ഡിതനായി അറിയുക. കർമ്മഫലത്തിൽ ആസക്തിയില്ലാത്തവനും നിത്യതൃപ്തനുമായവൻ, ആശ്രയമില്ലാത്തവനുമായവൻ കർമ്മം ചെയ്താലും ഒന്നും ചെയ്യുന്നില്ല. ആശയില്ലാത്തവനും ചിത്തത്തെയും ആത്മാവിനെയും നിയന്ത്രിച്ചവനും എല്ലാ വസ്തുക്കളും ഉപേക്ഷിച്ചവനും ശരീരം നിലനിർത്താനായി മാത്രം കർമ്മം ചെയ്യുന്നവനും പാപം ചെയ്യുന്നില്ല. യാദർച്ഛികമായി ലഭിച്ചതിൽ സന്തോഷിക്കുന്നവനും ദ്വന്ദ്ങ്ങളെ മറികടന്നവനും അസൂയയില്ലാത്തവനും സിദ്ധിയിലും അസിദ്ധിയിലും സമചിത്തനുമായവൻ കർമ്മം ചെയ്താലും ബന്ധിക്കപ്പെടുന്നില്ല. ആസക്തിയില്ലാത്തവനും മോചിതനുമായവൻ ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ചവന്റെ കർമ്മങ്ങൾ മുഴുവനും യജ്ഞത്തിനായി ഉരുകിപ്പോകുന്നു. അർപ്പണം ചെയ്യുന്നതും അർപ്പണത്തിനുള്ള വസ്തുവും അഗ്നിയും ഹോമിക്കുന്നവനും ഹോമിക്കപ്പെടുന്നതും ബ്രഹ്മമാണ്. ചില യോഗികൾ ദേവന്മാരെ ആരാധിക്കുന്നു. ചിലർ ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ആത്മാവാകുന്ന യജ്ഞത്തെ ഹോമിക്കുന്നു. ചിലർ ഇന്ദ്രിയങ്ങളെ സംയമനമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ചിലർ ശബ്ദം തുടങ്ങിയ വിഷയങ്ങളെ
ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. മറ്റു ചിലർ എല്ലാ ഇന്ദ്രിയ കർമ്മങ്ങളെയും പ്രാണകർമ്മങ്ങളെയും ആത്മസംയമനമെന്ന യോഗമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ദ്രവ്യയജ്ഞം, തപോയജ്ഞം, യോഗയജ്ഞം, സ്വാധ്യായയജ്ഞം, ജ്ഞാനയജ്ഞം എന്നിവയുമുണ്ട്. ചിലർ പ്രാണനെ അപാനനിൽ ഹോമിക്കുന്നു, ചിലർ അപാനനെ പ്രാണനിൽ ഹോമിക്കുന്നു. പ്രാണായാമം ചെയ്യുന്ന ചിലർ പ്രാണന്റെയും അപാനന്റെയും ഗതി തടഞ്ഞ് പ്രാണനെ പ്രാണനിൽ ഹോമിക്കുന്നു. യജ്ഞത്താൽ അമൃതമായി തീർന്നതിനെ ഭക്ഷിക്കുന്ന യോഗികൾ സനാതനമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. യജ്ഞം ചെയ്യാത്തവന് ഈ ലോകം പോലും ലഭിക്കുന്നില്ല, പിന്നെ പരലോകം എങ്ങനെ ലഭിക്കും? ഇങ്ങനെ പലതരം യജ്ഞങ്ങൾ ബ്രഹ്മത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഇവയെല്ലാം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് നീ അറിയുക. ഇതറിഞ്ഞാൽ നീ മോചിതനാകും. ദ്രവ്യരൂപത്തിലുള്ള യജ്ഞത്തേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം. പാർത്ഥ, എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിൽ അവസാനിക്കുന്നു. ആ ജ്ഞാനം നീ പ്രണാമത്താലും ചോദ്യങ്ങളാലും സേവനത്താലും നേടുക. ജ്ഞാനികളായ തത്വദർശികൾ നിനക്കുപദേശം നൽകും. അത് നീ അറിഞ്ഞാൽ, ഹേ പാണ്ഡവ, നീ വീണ്ടും മോഹത്തിൽ പെടുകയില്ല. അപ്പോൾ നീ എല്ലാ ജീവികളെയും ആത്മാവിലും എന്നിലും കാണും. നീ പാപങ്ങളിൽ ഏറ്റവും വലിയ പാപിയാണെങ്കിൽ പോലും ഈ ജ്ഞാനമാകുന്ന തോണികൊണ്ട് എല്ലാ പാപങ്ങളെയും കടക്കും. ജ്ഞാനമാകുന്ന അഗ്നി എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു. ഈ ലോകത്ത് ജ്ഞാനത്തിന് തുല്യമായി പവിത്രമായി മറ്റൊന്നില്ല. യോഗസിദ്ധി നേടിയവൻ കാലക്രമേണ അത് ആത്മാവിൽ കണ്ടെത്തുന്നു. ശ്രദ്ധയുള്ളവനും തത്പരനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനും ജ്ഞാനം നേടുന്നു. ജ്ഞാനം ലഭിച്ച ശേഷം അവൻ ഉടൻ തന്നെ പരമമായ ശാന്തി നേടുന്നു. ജ്ഞാനമില്ലാത്തവനും ശ്രദ്ധയില്ലാത്തവനും സംശയാലുവും നശിക്കുന്നു. സംശയമുള്ളവന് ഈ ലോകമോ പരലോകമോ സുഖമോ ലഭിക്കുന്നില്ല. യോഗത്താൽ കർമ്മങ്ങളെ ഉപേക്ഷിച്ചവനും ജ്ഞാനത്താൽ സംശയം തീർത്തവനും ആത്മാവിൽ ഉറച്ചു നിൽക്കുന്നവനുമായ ധനഞ്ജയനെ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല. അതുകൊണ്ട് അജ്ഞാനത്തിൽ നിന്നുണ്ടായതും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഈ സംശയത്തെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിച്ച് എഴുന്നേൽക്കുക ഭാരത. അധ്യായം 5. സന്യാസയോഗം. അർജുനൻ ചോദിച്ചു, കൃഷ്ണ, അങ്ങ് കർമ്മങ്ങളുടെ സന്യാസത്തെയും, അതായത് ഉപേക്ഷിക്കലിനെയും, വീണ്ടും യോഗത്തെയും പ്രശംസിക്കുന്നു. ഇതിൽ ഏതാണ് ശ്രേയസ്കരമായൊന്ന് അത് തീർച്ചപ്പെടുത്തി എനിക്ക് പറഞ്ഞു തരണം. ശ്രീഭഗവാൻ പറഞ്ഞു, സന്യാസവും കർമ്മയോഗവും രണ്ടും ശ്രേയസ്കരമാണ്. എന്നാൽ കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗം ശ്രേഷ്ഠമാണ്. ദ്വേഷിക്കാത്തവനും ആഗ്രഹിക്കാത്തവനുമായവൻ നിത്യസന്യാസിയാണ്. സുഖമായി ബന്ധനത്തിൽ നിന്ന് മോചിതനാകുന്നു. സാഖ്യവും യോഗവും, അതായത് സന്യാസവും കർമ്മയോഗവും വ്യത്യസ്തമാണെന്ന് പറയുന്നത് കുട്ടികളാണ്, പണ്ഡിതന്മാരല്ല. ഒന്നിൽ ഉറച്ചു നിന്നാൽ രണ്ടിന്റെയും ഫലം ലഭിക്കുന്നു. സന്യാസത്തെയും യോഗത്തെയും ഒന്നായി കാണുന്നവനാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. യോഗയുക്തനായ മുനി ബ്രഹ്മത്തെ വേഗത്തിൽ പ്രാപിക്കുന്നു. കർമ്മയോഗിയായവൻ ശുദ്ധമായ ആത്മാവുള്ളവനും മനസ്സിനെ ജയിച്ചവനും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനുമാണ്. എല്ലാ ജീവികളുടെയും ആത്മാവ് തന്നിൽ തന്നെ കാണുന്നവൻ കർമ്മങ്ങൾ ചെയ്താലും ബന്ധിക്കപ്പെടുന്നില്ല. തത്വത്തെ അറിയുന്നവൻ കാണുക, കേൾക്കുക, സ്പർശിക്കുക, മണക്കുക, ഭക്ഷിക്കുക, നടക്കുക, ഉറങ്ങുക, ശ്വാസമെടുക്കുക, സംസാരിക്കുക, കണ്ണു തുറക്കുക, കണ്ണടയ്ക്കുക എന്നിവ ചെയ്യുമ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയാണ് എന്നവൻ മനസ്സിലാക്കുന്നു. ബ്രഹ്മത്തിൽ കർമ്മങ്ങളെ സമർപ്പിച്ച് ആസക്തി ഉപേക്ഷിച്ച് കർമ്മം ചെയ്യുന്നവന് വെള്ളത്തിൽ താമരയില എന്ന പോലെ പാപം പറ്റുന്നില്ല. യോഗികൾ ആസക്തി ഉപേക്ഷിച്ച് മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നിവ കൊണ്ട് ആത്മശുദ്ധിക്കായി കർമ്മം ചെയ്യുന്നു. ഫലം ഉപേക്ഷിക്കുന്ന യോഗി ശാന്തി നേടുന്നു. ഫലം ആഗ്രഹിക്കുന്നവൻ ബന്ധിക്കപ്പെടുന്നു. ദേഹത്തെ നിയന്ത്രിച്ചവൻ എല്ലാ കർമ്മങ്ങളെയും മനസ്സുകൊണ്ടുപേക്ഷിച്ച് 9 കവാടങ്ങളുള്ള ശരീരമാകുന്ന നഗരത്തിൽ സുഖമായിരിക്കുന്നു. അവൻ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നുമില്ല. ഈ ലോകത്തിന് കർത്തൃത്വമോ കർമ്മങ്ങളോ കർമ്മഫലവുമായി സംയോഗമോ ഈശ്വരൻ സൃഷ്ടിക്കുന്നില്ല. അത് സ്വഭാവത്താലുണ്ടാകുന്നു. ജ്ഞാനത്താൽ അജ്ഞാനം നശിച്ചവരുടെ ആ ജ്ഞാനം സൂര്യനെപ്പോലെ പരമമായ തത്വത്തെ
പ്രകാശിപ്പിക്കുന്നു. ബുദ്ധി അതിലുറപ്പിക്കുകയും അതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നവർ പിന്നെ തിരികെ വരുന്നില്ല. വിദ്യയും വിനയവുമുള്ള ബ്രാഹ്മണനിലും പശു, ആന, നായ, നായമാംസം ഭക്ഷിക്കുന്നവൻ എന്നിവരിലും ജ്ഞാനികൾ സമഭാവനയോടെ കാണുന്നു. ഇവിടെ തന്നെ അവർ ജനനത്തെ ജയിച്ചിരിക്കുന്നു. മനസ്സ് സമതയിലുറച്ചവനാണവർ. ബ്രഹ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് പ്രിയമായത് ലഭിക്കുമ്പോൾ സന്തോഷിക്കുകയോ അപ്രിയമായത് ലഭിക്കുമ്പോൾ ദുഃഖിക്കുകയോ ചെയ്യുന്നില്ല. പുറമേയുള്ള സുഖങ്ങളിൽ ആസക്തിയില്ലാത്തവൻ ആത്മാവിൽ സുഖം നേടുന്നു. അവൻ ബ്രഹ്മയോഗത്താൽ അക്ഷയമായ സുഖം അനുഭവിക്കുന്നു. വിഷയങ്ങളിൽ നിന്നുള്ള സുഖങ്ങൾ ദുഃഖത്തിന് കാരണമാകുന്നു. അവയ്ക്ക് ആദിയും അവസാനവുമുണ്ട്. അതുകൊണ്ട് ബുദ്ധിമാൻ അവയിൽ രമിക്കുന്നില്ല. ശരീരം വിടുന്നതിനു മുൻപ് കാമം, ക്രോധം എന്നിവയിൽ നിന്നുണ്ടാകുന്ന വേഗതയെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ അവനാണ് യോഗിയും സുഖിയുമായിരിക്കുന്നത്. അകത്ത് വെളിച്ചം കണ്ടവനും അകത്ത് രമിക്കുന്നവനും അകത്ത് സുഖം കണ്ടെത്തിയവനും ബ്രഹ്മമായി മാറുന്നു. എല്ലാ ജീവികളുടെയും മന്മയിൽ രമിക്കുന്ന ഋഷിമാർ ബ്രഹ്മനിർവാണം നേടുന്നു. കാമവും ക്രോധവും ഉപേക്ഷിച്ചവർക്കും മനസ്സിനെ നിയന്ത്രിച്ചവർക്കും ആത്മാവിനെ അറിഞ്ഞവർക്കും ബ്രഹ്മനിർവാണം അടുത്തുതന്നെ ലഭിക്കുന്നു. ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് തള്ളി കണ്ണുകൾക്ക് മധ്യേ ശ്രദ്ധിച്ച് പ്രാണന്റെയും അപാനന്റെയും ചലനം സമമാക്കി ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി എന്നിവയെ നിയന്ത്രിച്ച് മോക്ഷം ആഗ്രഹിക്കുന്നവൻ, രാഗവും ഭയവും ക്രോധവുമില്ലാത്തവൻ, അവൻ എപ്പോഴും മുക്തനാണ്. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും എല്ലാ ലോകങ്ങളുടെയും മഹേശ്വരനും എല്ലാ ജീവികളുടെയും സുഹൃത്തും ഞാനാണെന്നറിഞ്ഞാൽ അവൻ ശാന്തി നേടുന്നു. അധ്യായം 6 ആത്മസംയമയോഗം. ശ്രീഭഗവാൻ പറഞ്ഞു, കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ ചെയ്യേണ്ട കർമ്മം ചെയ്യുന്നവനാണ് സന്യാസിയും യോഗിയുമെന്ന് നീ അറിയുക. കാരണം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാത്തവൻ ഒരിക്കലും യോഗിയായിത്തീരുന്നില്ല. യോഗത്തിൽ കയറാൻ ആഗ്രഹിക്കുന്നവന് കർമ്മം കാരണമായി പറയുന്നു. യോഗത്തിൽ ഉറച്ചുനിന്നവന് ശമം അഥവാ ശാന്തി കാരണമായി പറയുന്നു. എപ്പോഴൊരുവൻ ഇന്ദ്രിയ വിഷയങ്ങളിലോ കർമ്മങ്ങളിലോ ആസക്തി കാണിക്കാതെ എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കുന്നുവോ അപ്പോഴാണവൻ യോഗത്തിൽ ഉറച്ചവനായി പറയപ്പെടുന്നത്. ആത്മാവിനാൽ ആത്മാവിനെ ഉയർത്തണം, ആത്മാവിനെ താഴ്ത്തരുത്. ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ ബന്ധു. ആത്മാവ് തന്നെയാണ് ആത്മാവിന്റെ ശത്രുവും. ആത്മാവിനാൽ മനസ്സ് ജയിക്കപ്പെട്ടവന് ആത്മാവ് ബന്ധുവായിരിക്കുന്നു. മനസ്സ് ജയിക്കാത്തവന് ആത്മാവ് തന്നെ ശത്രുവിനെപ്പോലെ പ്രവർത്തിക്കുന്നു. മനസ്സിനെ ജയിച്ചവനും ശാന്തനും ജ്ഞാനത്തിൽ ഉറച്ചു നിന്നവനും തണുപ്പ്, ചൂട്, സുഖം, ദുഃഖം എന്നിവയിൽ ഒരുപോലെയിരിക്കുന്നു. ജ്ഞാനത്താലും വിജ്ഞാനത്താലും തൃപ്തനായ യോഗി എല്ലാറ്റിനെയും സമമായി കാണുന്നു. കല്ല്, മണ്ണ്, സ്വർണം എന്നിവയെല്ലാം അവന് ഒരുപോലെയാണ്. സന്യാസി സുഹൃത്തുക്കൾ, ശത്രുക്കൾ, മധ്യസ്ഥർ, ദ്വേഷിക്കുന്നവർ, ബന്ധുക്കൾ, സാധുക്കൾ, പാപികൾ എന്നിവരിലെല്ലാം സമഭാവനയുള്ളവൻ ശ്രേഷ്ഠനാണ്. യോഗി ഏകാന്തമായ സ്ഥലത്തിരുന്ന് ഏകാന്തനായി മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിച്ച് ആഗ്രഹങ്ങളും സ്വത്തുകളും ഉപേക്ഷിച്ച് ആത്മാവിനെ ധ്യാനിക്കണം. ശുദ്ധമായ സ്ഥലത്ത് അധികം ഉയരത്തിലോ താഴ്ചയിലോ അല്ലാത്ത ഒരു ആസനം അല്ലെങ്കിൽ ഇരിപ്പിടം സ്ഥാപിക്കണം. അത് ശാന്തമായിരിക്കണം. അവിടെയിരുന്ന് മനസ്സും ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് യോഗം പരിശീലിക്കുക. ശരീരം, തല, കഴുത്ത് എന്നിവ നേർരേഖയിൽ നിർത്തി ശാന്തനായി ഭയമുപേക്ഷിച്ച് ബ്രഹ്മചാരിയായി മനസ്സുകൊണ്ട് എന്നെ ധ്യാനിച്ചിരിക്കുക. ഇങ്ങനെ എപ്പോഴും മനസ്സിനെ നിയന്ത്രിക്കുന്ന യോഗി ശാന്തിയും നിർവാണപരവുമായ എന്റെ അവസ്ഥയെ പ്രാപിക്കുന്നു. യോഗം അധികം കഴിക്കുന്നവനും തീരെ കഴിക്കാത്തവനും അധികമുറങ്ങുന്നവനും തീരെ ഉറങ്ങാത്തവനും സിദ്ധിക്കുന്നില്ല. യുക്തമായ ആഹാരവും വിഹാരവും കർമ്മങ്ങളിൽ യുക്തമായ പരിശ്രമവുമുള്ളവൻ, യുക്തമായ ഉറക്കവും ഉണർവുമുള്ളവന് യോഗം ദുഃഖങ്ങളെ നശിപ്പിക്കുന്നു. എപ്പോൾ നിയന്ത്രിതമായ ചിത്തം ആത്മാവിൽ ഉറച്ചുനിൽക്കുന്നുവോ അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മോചിതനായവൻ യോഗയുക്തനായി പറയപ്പെടുന്നു. കാറ്റില്ലാത്ത സ്ഥലത്തുവച്ച ദീപം എങ്ങനെയാണോ ചലിക്കാതെ നിൽക്കുന്നത്, അതുപോലെ നിയന്ത്രിതമായ മനസ്സുള്ള യോഗിയുടെ ചിത്തം ചലിക്കുന്നില്ല. യോഗാഭ്യാസത്താൽ ചിത്തം നിരോധിക്കപ്പെട്ട്
ആത്മാവിൽ സ്വയം കണ്ട് സംതൃപ്തനാകുന്ന അവസ്ഥ എവിടെയാണോ ബുദ്ധികൊണ്ട് മാത്രം ഗ്രഹിക്കാവുന്നതും ഇന്ദ്രിയങ്ങൾക്കതീതമായതുമായ പരമാനന്ദം അവൻ അനുഭവിക്കുന്നു. അതു നേടിയാൽ പിന്നെ അതിലും വലുതായ ഒരു നേട്ടവുമില്ല എന്നവൻ വിചാരിക്കുന്നു. വലിയ ദുഃഖത്താലും അവനെ ഇളക്കാൻ കഴിയില്ല. ദുഃഖവുമായി സംയോഗമില്ലാത്ത അവസ്ഥയെയാണ് യോഗം എന്നറിയുന്നത്. ആ യോഗം ദൃഢനിശ്ചയത്തോടെ അസ്വസ്ഥതയില്ലാതെ പരിശീലിക്കണം. സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങളെയും പൂർണ്ണമായി ഉപേക്ഷിക്കുക. മനസ്സിനെ എല്ലാ ദിശകളിൽ നിന്നും നിയന്ത്രിക്കുക. ശാന്തമായ മനസ്സോടുകൂടി ബ്രഹ്മത്തിൽ ഉറച്ചുനിൽക്കുന്ന യോഗി പാപമില്ലാത്തവനായി അത്യന്തം സുഖം നേടുന്നു. എല്ലാ ജീവികളിലും ആത്മാവിനെയും ആത്മാവിൽ എല്ലാ ജീവികളെയും കാണുന്ന യോഗി എല്ലായിടത്തും സമദർശനമുള്ളവനാണ്. ആരാണോ എന്നെ എല്ലായിടത്തും കാണുന്നത്, എല്ലാറ്റിനെയും എന്നിൽ കാണുന്നത്, അവന് ഞാൻ നഷ്ടപ്പെടുന്നില്ല, അവന് എനിക്കും നഷ്ടപ്പെടുന്നില്ല. എല്ലാ ജീവികളിലും എന്നെ സ്ഥിതി ചെയ്യുന്നവനായി ആരാധിക്കുന്ന യോഗി അവനെങ്ങനെ ജീവിച്ചാലും എന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. അർജുനൻ ചോദിച്ചു, മധുസൂദന, അങ്ങ് പറഞ്ഞ ഈ യോഗം സ്ഥിരമായി നിൽക്കുന്നില്ല. മനസ്സ് ചഞ്ചലമാണ്. കൃഷ്ണ, മനസ്സ് പ്രമഥനവും ബലമുള്ളതും ദൃഢവുമാണ്. അതിനെ നിയന്ത്രിക്കുന്നത് കാറ്റിനെ നിയന്ത്രിക്കുന്നതുപോലെ പ്രയാസമാണ്. ശ്രീഭഗവാൻ പറഞ്ഞു, മഹാബാഹോ, മനസ്സു ദുർനിഗ്രഹവും ചഞ്ചലവുമാണെന്നത് സംശയമില്ല. എന്നാൽ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അതിനെ നിയന്ത്രിക്കാം. നിയന്ത്രിക്കാത്തവന് യോഗം നേടാൻ പ്രയാസമാണ്. നിയന്ത്രിച്ചവന് യുക്തമായ ഉപായത്താൽ അത് നേടാൻ കഴിയും. അർജുനൻ ചോദിച്ചു, ശ്രദ്ധയുണ്ടായിട്ടും മനസ്സ് യോഗത്തിൽ നിന്ന് മാറിപ്പോകുന്നവൻ എന്തു ചെയ്യും? വിജയമില്ലാത്തവൻ എങ്ങോട്ടു പോകുന്നു? ബ്രഹ്മത്തിന്റെ വഴിയിൽ നിന്ന് ഭ്രഷ്ടനായവൻ ആകാശത്തെ മേഘം പോലെ നശിച്ചുപോകുമോ? ശ്രീഭഗവാൻ പറഞ്ഞു, പാർത്ഥ, അവന് ഈ ലോകത്തോ പരലോകത്തോ നാശമില്ല. നന്മ ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതിയുണ്ടാകുന്നില്ല. യോഗത്തിൽ നിന്ന് ഭ്രഷ്ടനായവൻ പുണ്യം ചെയ്തവരുടെ ലോകങ്ങളിൽ ഏറെക്കാലം വസിച്ച ശേഷം ശുദ്ധരും ശ്രീമന്തരുമായവരുടെ വീട്ടിൽ ജനിക്കുന്നു. അല്ലെങ്കിൽ ബുദ്ധിമാന്മാരായി യോഗികളുടെ കുലത്തിൽ തന്നെ ജനിക്കുന്നു. അങ്ങനെയുള്ള ജനനം ഈ ലോകത്ത് ലഭിക്കാൻ പ്രയാസമാണ്. അവിടെ അവൻ പൂർവജന്മത്തിലെ ബുദ്ധിയോഗത്തെ നേടുന്നു. അതിനെ ആശ്രയിച്ച് വീണ്ടും സിദ്ധിക്കായി പരിശ്രമിക്കുന്നു. പൂർവജന്മത്തിലെ അഭ്യാസം കാരണം അവൻ ആകർഷിക്കപ്പെടുന്നു. ജിജ്ഞാസുവായ അവൻ പോലും വേദങ്ങളിൽ പറഞ്ഞ കർമ്മഫലത്തെ മറികടക്കുന്നു. പ്രയത്നം ചെയ്യുന്ന യോഗി പാപങ്ങളിൽ നിന്ന് മുക്തനായി പല ജന്മങ്ങളിലൂടെ സിദ്ധി നേടി പരമമായ ഗതി പ്രാപിക്കുന്നു. തപസ്സുകളെക്കാളും ജ്ഞാനികളെക്കാളും കർമ്മികളെക്കാളും യോഗി ശ്രേഷ്ഠനാണ്. അതിനാൽ നീ യോഗിയായിത്തീരുക. എല്ലാ യോഗികളിലും വെച്ച് എന്നിൽ മനസ്സുറപ്പിച്ച് ശ്രദ്ധയോടെ എന്നെ ഭജിക്കുന്നവനാണ് എനിക്കേറ്റവും ഉത്തമൻ. അധ്യായം 7 ജ്ഞാനവിജ്ഞാനയോഗം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാർത്ഥ, എന്നിൽ മനസ്സുറപ്പിച്ച് എന്നെ ആശ്രയിച്ച് സംശയമില്ലാതെ എന്നെ പൂർണ്ണമായി അറിയുന്നതെങ്ങനെയാണെന്ന് കേട്ടാലും ഞാൻ നിനക്ക് ജ്ഞാനത്തോടുകൂടിയ ജ്ഞാനം പറഞ്ഞുതരും. അതറിഞ്ഞാൽ പിന്നെ അറിയാൻ മറ്റൊന്നും ഈ ലോകത്ത് ശേഷിക്കുന്നില്ല. ആയിരക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ മാത്രമാണ് സിദ്ധിക്കായി ശ്രമിക്കുന്നത്. സിദ്ധി നേടിയവരിൽ ഒരാൾ മാത്രമാണ് എന്നെ യഥാർത്ഥത്തിൽ അറിയുന്നത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവ 8 തരത്തിൽ പിരിഞ്ഞ എന്റെ പ്രകൃതിയാണ്. ഇതെന്റെ അപരാപ്രകൃതിയാണ്. ഇതിൽനിന്ന് വ്യത്യസ്തമായി ജീവന്റെ രൂപത്തിലുള്ള എന്റെ പരാപ്രകൃതിയെ നീ അറിയുക. ഈ ലോകത്തെ ധരിക്കുന്നത് ഈ പരാപ്രകൃതിയാണ്. എല്ലാ ജീവികളും ഇതിൽ നിന്നാണുണ്ടാകുന്നത്. ഞാൻ ഈ ലോകത്തിന്റെ മുഴുവൻ ഉത്ഭവവും നാശവുമാണ് എന്ന് നീ അറിയുക. എന്നേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല. നൂലിൽ മുത്തുകളെന്ന പോലെ എല്ലാം എന്നിൽ കോർത്തിണക്കിയിരിക്കുന്നു. ഞാൻ ജലത്തിലെ രസമാണ്. സൂര്യചന്ദ്രന്മാരിലെ പ്രകാശമാണ്. എല്ലാ വേദങ്ങളിലെയും ഓംകാരമാണ്. ആകാശത്തിലെ ശബ്ദമാണ്. പുരുഷനിലെ പൗരുഷമാണ്. ഭൂമിയിലെ ശുദ്ധമായ ഗന്ധമാണ് ഞാൻ. അഗ്നിയിലെ തേജസ്സാണ്. എല്ലാ ജീവികളിലെയും ജീവനാണ് ഞാൻ. തപസ്സുകളിലെ തപസ്സാണ്. എല്ലാ ജീവികളുടെയും സനാതനമായ വിത്താണ് ഞാൻ. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയാണ്. തേജസ്സുള്ളവരുടെ തേജസ്സാണ്. ബലവാന്മാരുടെ ആസക്തിയില്ലാത്ത ബലമാണ്. ധർമ്മത്തിനനുകൂലമായ കാമമാണ് ഞാൻ. സാത്വികമായ ഭാവങ്ങളും രാജസികമായ ഭാവങ്ങളും താമസികമായ ഭാവങ്ങളും എന്നിൽ നിന്നാണുണ്ടാകുന്നത് എന്ന് നീ അറിയുക. എന്നാൽ ഞാൻ അവയിലില്ല, അവ എന്നിലാണ്. ഈ ത്രിഗുണങ്ങളാൽ മോഹിതനായ ലോകം ഈ ഗുണങ്ങൾക്കപ്പുറമുള്ള എന്നെ, നശിക്കാത്തവനായ എന്നെ അറിയുന്നില്ല. എന്റെ ഈ മായ അഥവാ ദിവ്യമായ ഗുണങ്ങൾ കടക്കാൻ പ്രയാസമാണ്. എന്നെ ശരണം പ്രാപിക്കുന്നവൻ ഈ മായയെ കടക്കുന്നു.
പാപം ചെയ്യുന്ന മൂഢന്മാരും നരാധമന്മാരും മായയാൽ ജ്ഞാനം നഷ്ടപ്പെട്ടവരും അസുരസ്വഭാവമുള്ളവരും എന്നെ ആശ്രയിക്കുന്നില്ല. 4 തരം പുണ്യം ചെയ്യുന്നവർ എന്നെ ആരാധിക്കുന്നു. ആർത്തൻ അഥവാ ദുഃഖിതൻ, ജിജ്ഞാസു അഥവാ അറിയാനാഗ്രഹിക്കുന്നവൻ, അർത്ഥാർത്ഥി അഥവാ ധനമാഗ്രഹിക്കുന്നവൻ, ജ്ഞാനി. അവരിൽ ജ്ഞാനിയാണ് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠൻ, കാരണം അവൻ എന്നിൽ ഉറച്ചു നിൽക്കുന്നു. ഈ എല്ലാവരും ശ്രേഷ്ഠരാണ്. എന്നാൽ ജ്ഞാനിയെ ഞാൻ ആത്മാവായി കാണുന്നു. പല ജന്മങ്ങൾക്ക് ശേഷം ജ്ഞാനി എന്നെ പ്രാപിക്കുന്നു. വാസുദേവനാണെല്ലാമെന്നറിയുന്ന മഹാത്മാവ് ദുർലഭനാണ്. ബുദ്ധിയില്ലാത്തവർ അവ്യക്തനായ എന്നെ വ്യക്തനായവനായി വിചാരിക്കുന്നു. എന്റെ പരമമായതും ഉത്തമവുമായ ഭാവത്തെ അവർ അറിയുന്നില്ല. യോഗമായയാൽ ഞാൻ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകം എന്നെ അറിയുന്നില്ല. ഞാൻ മുൻപ് കഴിഞ്ഞവയെയും ഇപ്പോഴുള്ളവയെയും ഭാവിയിൽ വരാനിരിക്കുന്നവയെയും അറിയുന്നു. എന്നാൽ ആരും എന്നെ അറിയുന്നില്ല. ഇച്ഛയും ദ്വേഷവും മൂലമുള്ള ദ്വന്ദ്മോഹത്താൽ ഭാരത എല്ലാ ജീവികളും മോഹത്തിൽപ്പെടുന്നു. എന്നാൽ പുണ്യം ചെയ്തവരുടെ പാപങ്ങൾ അവസാനിക്കുമ്പോൾ അവർ ദ്വന്ദ്വമോഹത്തിൽ നിന്ന് മുക്തരായി എന്നെ ഭജിക്കുന്നു. ജനനമരണങ്ങളിൽ നിന്ന് മോചനമാഗ്രഹിക്കുന്നവർ എന്നെ ആശ്രയിച്ച് യത്നിക്കുന്നു. അവർ ബ്രഹ്മത്തെയും അധ്യാത്മത്തെയും എല്ലാ കർമ്മങ്ങളെയും പൂർണ്ണമായി അറിയുന്നു. അധിഭൂതവും അധിദൈവവും അധിയജ്ഞവും സഹിതം എന്നെ അറിയുന്നവർ മരണസമയത്തും എന്നെ അറിയുന്നു. അധ്യായം 8 അക്ഷരബ്രഹ്മയോഗം. അർജുനൻ ചോദിച്ചു, കൃഷ്ണ, ആ ബ്രഹ്മമെന്താണ്? അധ്യാത്മമെന്താണ്? കർമ്മമെന്താണ്? അധിഭൂതമെന്താണ്? അധിദൈവമെന്താണ്? അധിയജ്ഞമാരാണ്? മരണസമയത്ത് എങ്ങനെയാണ് മനസ്സ് നിയന്ത്രിച്ചവരങ്ങയെ അറിയുന്നത്? ശ്രീഭഗവാൻ പറഞ്ഞു, പരമമായതും നശിക്കാത്തതുമായത് ബ്രഹ്മമാകുന്നു. സ്വന്തം സ്വഭാവത്തെ, ആത്മാവിനെ അധ്യാത്മമെന്നു പറയുന്നു. ജീവികളുടെ ഉദ്ഭവത്തിന് കാരണമായ ത്യാഗമാണ് കർമ്മം. നശിക്കുന്ന എല്ലാ വസ്തുക്കളും അധിഭൂതം, പുരുഷൻ അധിദൈവം. ഹേദേഹധാരികളിൽ, ശരീരത്തിൽ ഞാൻ തന്നെയാണ് അധിയജ്ഞം. അന്ത്യകാലത്തെ എന്നെ മാത്രം സ്മരിച്ചുകൊണ്ട് ശരീരമുപേക്ഷിക്കുന്നവൻ എന്റെ ഭാവത്തെ പ്രാപിക്കുന്നു. അവൻ ഏതു ഭാവത്തെ ഓർത്തുകൊണ്ടാണ് ശരീരമുപേക്ഷിക്കുന്നത്, ആ ഭാവത്തെ തന്നെ പ്രാപിക്കുന്നു. അതുകൊണ്ട് നീ എല്ലായ്പ്പോഴും എന്നെ സ്മരിക്കുക, യുദ്ധം ചെയ്യുകയും ചെയ്യുക. എന്നിൽ മനസ്സും ബുദ്ധിയും അർപ്പിച്ചാൽ നീ എന്നെ തന്നെ പ്രാപിക്കും. സ്ഥിരമായ യോഗത്താൽ അന്യചിന്തയില്ലാതെ പരമമായ ദിവ്യപുരുഷനെ ധ്യാനിക്കുന്നവൻ അവനെ തന്നെ പ്രാപിക്കുന്നു. സർവജ്ഞനും പുരാതനനും നിയന്താവും സൂക്ഷ്മത്തേക്കാൾ സൂക്ഷ്മമായവനും എല്ലാറ്റിന്റെയും ധാതാവും സൂര്യനെപ്പോലെ തേജസ്സുള്ളവനും അജ്ഞാനത്തിനപ്പുറമുള്ളവനുമായവനെ ധ്യാനിക്കുന്നവൻ യാത്രയുടെ സമയത്ത് ചലിക്കാത്ത മനസ്സോടുകൂടി ഭക്തിയോടും യോഗബലത്തോടും കൂടി പ്രാണനെ നെറ്റിയുടെ മധ്യേ ഉറപ്പിച്ച് ദിവ്യനായ പരമപുരുഷനെ പ്രാപിക്കുന്നു. വേദങ്ങൾ അറിയുന്നവർ അക്ഷരമെന്ന് വിളിക്കുന്ന, യതികൾ അതിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന, അതിനായി ബ്രഹ്മചര്യമനുഷ്ഠിക്കുന്ന പദത്തെക്കുറിച്ച് ഞാൻ സംക്ഷിപ്തമായി പറയാം. എല്ലാ കവാടങ്ങളെയും അടച്ച്, മനസ്സിനെ ഹൃദയത്തിൽ ബന്ധിച്ച്, പ്രാണനെ ശിരസിൽ നിർത്തി ഓം എന്ന അക്ഷരമാകുന്ന ബ്രഹ്മത്തെ ഉച്ചരിച്ചുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരമുപേക്ഷിക്കുന്നവൻ പരമമായ ഗതി പ്രാപിക്കുന്നു. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ എന്നെ നിത്യവും സ്മരിക്കുന്ന യോഗിക്ക് എന്നെ എളുപ്പത്തിൽ പ്രാപ്യനാണ്. എന്നെ പ്രാപിക്കുന്ന മഹാത്മാക്കൾക്ക് ദുഃഖങ്ങളുടെ വീടായ അനിത്യമായ പുനർജന്മമുണ്ടാകുന്നില്ല. ബ്രഹ്മലോകം വരെയും പുനരാവൃത്തിയുണ്ട്. എന്നാൽ കൗന്ദേയ, എന്നെ പ്രാപിച്ച ശേഷം പുനർജന്മമുണ്ടാകുന്നില്ല. രാത്രിയുടെ ആരംഭം മുതൽ രാത്രിയുടെ ഒടുക്കം വരെ ഭൂതഗണങ്ങളുണ്ടാകുന്നു. രാത്രിയുടെ ആരംഭത്തിൽ അവ ലീനമാകുന്നു, വീണ്ടും വീണ്ടും ഉണ്ടാകുകയും ലയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ അവ്യക്തത്തിനപ്പുറത്തുള്ള മറ്റൊരവ്യക്തഭാവമുണ്ട്. അത് നശിക്കാത്തതും എല്ലാ ജീവികളും നശിക്കുമ്പോഴും നശിക്കാത്തതുമാണ്. അതാണ് പരമമായ ഗതി. അതാണ് എന്റെ പരമമായ വാസസ്ഥലം. ഭക്തിയാൽ മാത്രം ലഭിക്കുന്ന ആ പരമപുരുഷനെ എല്ലാ ജീവികളും സ്ഥിതി ചെയ്യുന്നവനും എല്ലാറ്റിനെയും വ്യാപിച്ചു നിൽക്കുന്നവനുമായവനെ പ്രാപിക്കണം. ബുദ്ധിയില്ലാത്തവർ അവ്യക്തനായ എന്നെ വ്യക്തനായവനായി വിചാരിക്കുന്നു. എന്റെ പരമമായതും ഉത്തമവുമായ ഭാവത്തെ അവർ അറിയുന്നില്ല. യോഗമായയാൽ ഞാൻ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകം എന്നെ അറിയുന്നില്ല. ഞാൻ മുൻപ് കഴിഞ്ഞവയെയും ഇപ്പോഴുള്ളവയെയും ഭാവിയിൽ വരാനിരിക്കുന്നവയെയും അറിയുന്നു. എന്നാൽ ആരും എന്നെ അറിയുന്നില്ല.
ഇച്ഛയും ദ്വേഷവും മൂലമുള്ള ദ്വന്ദ്മോഹത്താൽ ഭാരത എല്ലാ ജീവികളും മോഹത്തിൽപ്പെടുന്നു. എന്നാൽ പുണ്യം ചെയ്തവരുടെ പാപങ്ങൾ അവസാനിക്കുമ്പോൾ അവർ ദ്വന്ദ്മോഹത്തിൽ നിന്ന് മുക്തരായി എന്നെ ഭജിക്കുന്നു. ജനനമരണങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർ എന്നെ ആശ്രയിച്ച് യത്നിക്കുന്നു. അവർ ബ്രഹ്മത്തെയും അധ്യാത്മത്തെയും എല്ലാ കർമ്മങ്ങളെയും പൂർണ്ണമായി അറിയുന്നു. അധിഭൂതവും അധിദൈവവും അധിയജ്ഞവും സഹിതം എന്നെ അറിയുന്നവർ മരണസമയത്തും എന്നെ അറിയുന്നു. അധ്യായം 8 അക്ഷരബ്രഹ്മയോഗം. അർജുനൻ ചോദിച്ചു, കൃഷ്ണ, ആ ബ്രഹ്മം എന്താണ്? അധ്യാത്മമെന്താണ്? കർമ്മമെന്താണ്? അധിഭൂതമെന്താണ്? അധിദൈവമെന്താണ്? അധിയജ്ഞമാരാണ്? മരണസമയത്ത് എങ്ങനെയാണ് മനസ്സ് നിയന്ത്രിച്ചവർ അങ്ങേ അറിയുന്നത്? ശ്രീഭഗവാൻ പറഞ്ഞു, പരമമായതും നശിക്കാത്തതുമായത് ബ്രഹ്മമാകുന്നു. സ്വന്തം സ്വഭാവത്തെ, ആത്മാവിനെ അധ്യാത്മമെന്നു പറയുന്നു. ജീവികളുടെ ഉത്ഭവത്തിന് കാരണമായ ത്യാഗമാണ് കർമ്മം. നശിക്കുന്ന എല്ലാ വസ്തുക്കളും അധിഭൂതം. പുരുഷൻ അധിദൈവം. ഹേ ദേഹധാരികളിൽ, ശരീരത്തിൽ ഞാൻ തന്നെയാണ് അധിയജ്ഞം. അന്ത്യകാലത്ത് എന്നെ മാത്രം സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നവൻ എന്റെ ഭാവത്തെ പ്രാപിക്കുന്നു. അവൻ ഏതു ഭാവത്തെ ഓർത്തുകൊണ്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നത്, ആ ഭാവത്തെ തന്നെ പ്രാപിക്കുന്നു. അതുകൊണ്ട് നീ എല്ലായ്പ്പോഴും എന്നെ സ്മരിക്കുക, യുദ്ധം ചെയ്യുകയും ചെയ്യുക. എന്നിൽ മനസ്സും ബുദ്ധിയും അർപ്പിച്ചാൽ നീ എന്നെ തന്നെ പ്രാപിക്കും. സ്ഥിരമായ യോഗത്താൽ അന്യചിന്തയില്ലാതെ പരമമായ ദിവ്യപുരുഷനെ ധ്യാനിക്കുന്നവൻ അവനെ തന്നെ പ്രാപിക്കുന്നു. സർവജ്ഞനും പുരാതനനും നിയന്താവുമായ, സൂക്ഷ്മത്തെക്കാൾ സൂക്ഷ്മമായവനും എല്ലാറ്റിന്റെയും ധാതാവുമായ, സൂര്യനെപ്പോലെ തേജസ്സുള്ളവനും അജ്ഞാനത്തിനും അപ്പുറമുള്ളവനുമായവനെ ധ്യാനിക്കുന്നവൻ യാത്രയുടെ സമയത്ത് ചലിക്കാത്ത മനസ്സോടുകൂടി ഭക്തിയോടും യോഗബലത്തോടും കൂടി പ്രാണനെ നിറ്റിയുടെ മധ്യേ ഉറപ്പിച്ച് ദിവ്യനായ പരമപുരുഷനെ പ്രാപിക്കുന്നു. വേദങ്ങൾ അറിയുന്നവർ അക്ഷരമെന്നു വിളിക്കുന്ന, യതികൾ അതിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന, അതിനായി ബ്രഹ്മചര്യമനുഷ്ഠിക്കുന്ന പദത്തെക്കുറിച്ച് ഞാൻ സംക്ഷിപ്തമായി പറയാം. എല്ലാ കവാടങ്ങളെയും അടച്ച് മനസ്സിനെ ഹൃദയത്തിൽ ബന്ധിച്ച് പ്രാണനെ ശിരസിൽ നിർത്തി ഓം എന്ന അക്ഷരമാകുന്ന ബ്രഹ്മത്തെ ഉച്ചരിച്ചുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നവൻ പരമമായ ഗതി പ്രാപിക്കുന്നു. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ എന്നെ നിത്യവും സ്മരിക്കുന്ന യോഗിക്ക് ഞാൻ എളുപ്പത്തിൽ പ്രാപ്യനാണ്. എന്നെ പ്രാപിക്കുന്ന മഹാത്മാക്കൾക്ക് ദുഃഖങ്ങളുടെ വീടായ അനിത്യമായ പുനർജന്മം ഉണ്ടാകുന്നില്ല. ബ്രഹ്മലോകം വരെയും പുനരാവൃത്തി അഥവാ തിരിച്ചുവരവുണ്ട്. എന്നാൽ കൗന്ദയ, എന്നെ പ്രാപിച്ച ശേഷം പുനർജന്മമുണ്ടാകുന്നില്ല. രാത്രിയുടെ ആരംഭം മുതൽ രാത്രിയുടെ ഒടുപ്പം വരെ ഭൂതഗണങ്ങൾ ഉണ്ടാകുന്നു. രാത്രിയുടെ ആരംഭത്തിൽ അവ ലീനമാകുന്നു, വീണ്ടും വീണ്ടും ഉണ്ടാകുകയും ലയിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ അവ്യക്തത്തിന് അപ്പുറത്തുള്ള മറ്റൊരവ്യക്തഭാവമുണ്ട്. അത് നശിക്കാത്തതും എല്ലാ ജീവികളും നശിക്കുമ്പോഴും നശിക്കാത്തതുമാണ്. അതാണ് പരമമായ ഗതി. അതാണെന്റെ പരമമായ വാസസ്ഥലം. ഭക്തിയാൽ മാത്രം ലഭിക്കുന്ന ആ പരമപുരുഷനെ എല്ലാ ജീവികളും സ്ഥിതി ചെയ്യുന്നവനും എല്ലാറ്റിനെയും വ്യാപിച്ചു നിൽക്കുന്നവനുമായതിനെ പ്രാപിക്കണം. എന്നാൽ എന്നിൽ മാത്രം മനസ്സുറപ്പിച്ച് അന്യചിന്തയില്ലാതെ എന്നെ ഭജിക്കുന്ന നിത്യാഭിയുക്തരായവർക്ക് ഞാൻ യോഗക്ഷേമം അഥവാ ലഭിച്ചതിനെ സംരക്ഷിക്കൽ, ലഭിക്കാനുള്ളതിനെ നൽകൽ വഹിക്കുന്നു. മറ്റു ദേവതകളെ ശ്രദ്ധയോടെ ആരാധിക്കുന്ന ഭക്തന്മാർ അവർ എന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. എന്നാൽ അത് വിധിപ്രകാരമല്ല. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും ഫലം നൽകുന്നവനും ഞാനാണ്. എന്നാൽ അവർ എന്നെ തത്വത്തിൽ അറിയുന്നില്ല. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരെ പ്രാപിക്കുന്നു. പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃക്കളെ പ്രാപിക്കുന്നു. ഭൂതങ്ങളെ ആരാധിക്കുന്നവർ ഭൂതങ്ങളെ പ്രാപിക്കുന്നു. എന്നെ ആരാധിക്കുന്നവർ എന്നെ പ്രാപിക്കുന്നു. ആരെങ്കിലും എനിക്ക് ഭക്തിയോടെ ഇല, പൂവ്, പഴം, വെള്ളം എന്നിവ നൽകിയാൽ ആ പരിശുദ്ധമായ ഭക്തിയാൽ ഞാനത് സ്വീകരിക്കുന്നു. കൗന്ദയ, നീ എന്തു ചെയ്യുന്നുവോ, എന്തു ഭക്ഷിക്കുന്നുവോ, എന്തു ഹോമിക്കുന്നുവോ, എന്തു ദാനം ചെയ്യുന്നുവോ, എന്തു തപസ്സു ചെയ്യുന്നുവോ, അതെല്ലാം എന്നിലർപ്പിക്കുക. ഇങ്ങനെ ചെയ്താൽ ശുഭാശുഭ കർമ്മങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് നീ മോചിതനാവും.
സന്യാസിയോഗത്താൽ മുക്തനായി നീ എന്നെ പ്രാപിക്കും. ഞാൻ എല്ലാ ജീവികളിലും സമനാണ്. എനിക്കാരും പ്രിയങ്കരനല്ല, അപ്രിയനുമല്ല. എന്നാൽ എന്നെ ഭക്തിയോടെ ഭജിക്കുന്നവർ എന്നിലും ഞാൻ അവരിലുമുണ്ട്. വളരെ ദുഷ്ടൻ പോലും അന്യചിന്തയില്ലാതെ എന്നെ ഭജിച്ചാൽ അവൻ ധർമ്മിഷ്ഠനായി തീരുന്നു, ശാശ്വതമായ ശാന്തി നേടുന്നു. കൗന്ദേയ, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല എന്ന് നീ ഉറപ്പിക്കുക. പാപയോനികളായവരും സ്ത്രീകളും വൈശ്യരും ശൂദ്രരും പോലും എന്നെ ആശ്രയിച്ച് പരമമായ ഗതി പ്രാപിക്കുന്നു. അസുഖവും അനിത്യവുമായ ഈ ലോകം പ്രാപിച്ച ശേഷം എന്നെ ഭജിക്കുക. എന്നിൽ മനസ്സുറപ്പിച്ച് എന്നെ ഭജിച്ച് എന്നെ നമസ്കരിച്ച് എന്നെ തന്നെ പ്രാപിക്കുക. അധ്യായം 10 വിഭൂതിയോഗം. ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹു, വീണ്ടും നീ എന്റെ പരമമായ വാണി കേട്ടാലും ഞാൻ നിനക്ക് ശ്രേയസ്സിനായി പറയാം. എന്റെ പ്രഭാവം ദേവന്മാർക്കോ മഹർഷിമാർക്കോ അറിയില്ല. ഞാൻ ജനിക്കാത്തവനും ആദിയുമില്ലാത്തവനും എല്ലാ ലോകങ്ങളുടെയും മഹേശ്വരനുമാണ് എന്നാരാണോ അറിയുന്നത്, അവൻ മനുഷ്യരിൽ മോഹമില്ലാത്തവനായി എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ബുദ്ധി, ജ്ഞാനം, മോഹമില്ലായ്മ, ക്ഷമ, സത്യം, ദമം, ശമം, സുഖം, ദുഃഖം, ഭവം, അഭവം, ഭയം, അഭയം, അഹിംസ, സമത, തൃപ്തി, തപസ്സ, ദാനം, കീർത്തി, അപകീർത്തി എന്നിവയെല്ലാം എന്നിൽ നിന്നുണ്ടാകുന്നു. 7 മഹർഷിമാരും 4 മനുക്കളും എന്റെ മനസ്സിൽ നിന്നുണ്ടായവരാണ്. അവരിൽ നിന്നാണ് ഈ ലോകത്തിലെ ജീവികളുണ്ടായത്. എന്റെ വിഭൂതിയെയും യോഗത്തെയും തത്വത്തിൽ അറിയുന്നവൻ അചഞ്ചലമായ ഭക്തിയോഗത്താൽ യുക്തനാകുന്നു. ഞാനാണ് എല്ലാറ്റിന്റെയും ഉത്ഭവം, എന്നിൽ നിന്നാണെല്ലാം പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞ ഭക്തന്മാർ എന്നിൽ മനസ്സുറപ്പിച്ച് എന്നിൽ പ്രാണനുറപ്പിച്ച് പരസ്പരം എന്നെക്കുറിച്ച് സംസാരിച്ചും സന്തോഷിച്ചും എപ്പോഴും എന്നെ തൃപ്തരാക്കുന്നു. എപ്പോഴും എന്നെ ഭജിച്ച് പ്രീതിയോടെ വർത്തിക്കുന്നവർക്ക് ഞാൻ ബുദ്ധിയോഗം നൽകുന്നു. അതിനാൽ അവർക്ക് എന്നെ പ്രാപിക്കാൻ കഴിയും. അവരോടുള്ള കരുണയാൽ ഞാൻ അവരുടെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കുന്നു. ജ്ഞാനമാകുന്ന ദീപത്താൽ ഞാൻ അവരുടെ ഉള്ളിൽ പ്രകാശിക്കുന്നു. അർജുനൻ പറഞ്ഞു, അങ്ങ് പരമമായ ബ്രഹ്മമാണ്, പരമമായ ധാമമാണ്, പരമമായ പവിത്രമാണ്, ശാശ്വതമായ ദിവ്യപുരുഷനാണ്, ആദിദേവനാണ്, അജനാണ്, വിഭുവാണ്. ഋഷിമാരെല്ലാം അങ്ങേ ഇങ്ങനെയാണ് പറയുന്നത്. എനിക്കങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തോന്നുന്നു. ഭഗവാനെ, അങ്ങയുടെ പ്രഭാവം ദേവന്മാർക്കോ അസുരന്മാർക്കോ അറിയാൻ കഴിയുന്നില്ല. ഹേ ഭൂതഭാവന, ദേവദേവ, ജഗത്പദേ, അങ്ങയുടെ ആത്മാവിനെ അങ്ങ് തന്നെയാണ് അറിയുന്നത്. അങ്ങ് വ്യാപിച്ചു നിൽക്കുന്ന ദിവ്യമായ വിഭൂതികളെക്കുറിച്ച് പൂർണ്ണമായി പറഞ്ഞു തരണം. ഞാൻ എങ്ങനെയാണ് അങ്ങയെ നിരന്തരം ചിന്തിക്കേണ്ടത്? ഏതൊക്കെ ഭാവങ്ങളിലാണ് അങ്ങയെ അറിയേണ്ടത്? വിസ്തരിച്ച് അങ്ങയുടെ യോഗത്തെയും വിഭൂതിയെയും പറഞ്ഞു തരണം. ശ്രീ ഭഗവാൻ പറഞ്ഞു, എന്റെ ദിവ്യമായ വിഭൂതികളെ പ്രധാനമായവ മാത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്റെ വിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ എല്ലാ ജീവികളുടെയും ആദിയാണ്, മധ്യമാണ്, അന്ത്യമാണ്. ജ്യോതിസുകളിൽ ഞാൻ സൂര്യനാണ്, നക്ഷത്രങ്ങളിൽ ഞാൻ ചന്ദ്രനാണ്, വേദങ്ങളിൽ ഞാൻ സാമവേദമാണ്, ദേവന്മാരിൽ ഞാൻ ഇന്ദ്രനാണ്, ഇന്ദ്രിയങ്ങളിൽ ഞാൻ മനസ്സാണ്, ജീവികളിലെ ബോധം ഞാനാണ്, രുദ്രന്മാരിൽ ഞാൻ ശങ്കരനാണ്, യക്ഷന്മാരിലും രാക്ഷസന്മാരിലും ഞാൻ കുബേരനാണ്, വസുക്കളിൽ ഞാൻ അഗ്നിയാണ്, പർവ്വതങ്ങളിൽ ഞാൻ മേരുപർവ്വതമാണ്, പുരോഹിതന്മാരിൽ ഞാൻ ബൃഹസ്പതിയാണ്, സേനാനായകന്മാരിൽ ഞാൻ സ്കന്ധനാണ്, ജലാശയങ്ങളിൽ ഞാൻ സമുദ്രമാണ്, മഹർഷിമാരിൽ ഞാൻ ഭൃഗുവാണ്, വാക്കുകളിൽ ഞാൻ ഓംകാരമാണ്, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ്, ചലിക്കുന്ന വസ്തുക്കളിൽ ഞാൻ ഹിമാലയമാണ്. ഇതിന്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ശുഭനിദ്ര.